നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം ഒരു പൗരന് ഒരു വോട്ട് എന്നതാണ്. ഒരാൾക്ക് ഒന്നിലേറെ വോട്ടുകൾ വന്നാലും വ്യാജ വോട്ടുകൾ വന്നാലും ജനാധിപത്യം അട്ടിമറിക്കപ്പെടും. തെരഞ്ഞെടുപ്പ് ഫലം തന്നെ പാടെ മാറും. ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനം അനുസരിച്ചാവില്ല സ്ഥാനാർത്ഥി ജയിക്കുന്നതും പരാജയപ്പെടുന്നതും. ഒന്നും രണ്ടുമല്ല, ഒരു അസംബ്ലി മണ്ഡലത്തിൽ 1,00,000 വ്യാജ വോട്ടുകൾ വന്നാലോ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ വന്നിട്ടുണ്ട് എന്നാണ് തെളിവുകൾ നിരത്തി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വാദിക്കുന്നത്. രാഹുലിൻ്റെ ആരോപണം ഞെട്ടിക്കുന്നതാണ്. ആരോപണം ശരിയെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യം തന്നെ അട്ടിമറിക്കപ്പെട്ടു എന്ന് പറയേണ്ടി വരും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയുടെ ആരോപണം പൂർണ്ണമായും തള്ളിക്കളയുന്നു. എന്നാൽ ഡിജിറ്റൽ വോട്ടർ പട്ടിക നൽകാൻ കമ്മീഷൻ തയ്യാറാവുന്നില്ല. പകരം കെട്ടുകണക്കിന് പേപ്പറുകൾ അടങ്ങുന്ന പട്ടികയാണ് നൽകിയത്. അത് നോക്കി കള്ളവോട്ട് കണ്ടെത്തണമെങ്കിൽ മാസങ്ങൾ വേണ്ടിവരും. ഡിജിറ്റൽ പട്ടികയാണെങ്കിൽ AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ കണ്ടെത്താം. പട്ടികയിൽ ക്രമക്കേടില്ലെങ്കിൽ എന്തുകൊണ്ടാവും ഡിജിറ്റൽ പട്ടിക നൽകാൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മടിക്കുന്നത്? എന്തായാലും ഈ വിഷയം ഉന്നയിച്ച 300-ലധികം വരുന്ന പ്രതിപക്ഷ MPമാരാണ് ഇന്ന് തെരുവിൽ സമരവുമായി ഇറങ്ങിയത്. 2014 ആദ്യ മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇതാദ്യമായാണ് ഒരു വിഷയത്തിൽ പ്രതിപക്ഷം ഒന്നിച്ച് സമരത്തിനിറങ്ങുന്നത്. വോട്ട് ചോരിയിൽ ആര് പറയുന്നതാണ് ശരി? രാഹുൽ ഗാന്ധി പറയുന്നതോ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നതോ? എന്തായാലും അതീവ ഗൗരവമുള്ള വിഷയം തന്നെയാണിത്. ഇതാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ആദ്യ പ്രേക്ഷകനായി എത്തുന്നത് ശ്രീ കുഞ്ഞഹമ്മദാണ്, കോഴിക്കോട് നിന്നും. ശ്രീ കുഞ്ഞഹമ്മദ്, ഇന്ന് ഇന്ത്യ മുന്നണിയുടെയും പ്രതിപക്ഷ പാർട്ടികളുടെയും ആകെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയുടെ ബാനറില്ലാതെ ഒരു വലിയ സമരം നടന്നു. പാർലമെന്റിൽ നിന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്കായിരുന്നു ആ മാർച്ച്. വോട്ട് ചോരി ആരോപണമാണ് അവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇന്ത്യയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച വോട്ടർ പട്ടികയിൽ കെട്ടുകണക്കിന് ഒരു മണ്ഡലത്തിൽ തന്നെ 1,00,000-ഓളം വ്യാജ വോട്ടർമാർ വന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത്. അങ്ങനെയൊന്നും ഇല്ല എന്ന് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. ഇതിൽ എവിടെയാവും ശരി? നമസ്കാരം സാർ. നമസ്കാരം. എനിക്ക് ഇക്കാര്യത്തിൽ ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാം കൂട്ടിച്ചേർന്ന് വായി രാജീവ് ഗാന്ധി പറയുന്നതൊക്കെ കാര്യമുണ്ട്. പക്ഷേ 75,126 വോട്ട് തൃശ്ശൂരിൽ നിന്ന് കോൺഗ്രസിന്റെ BJP തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അതിലെന്താ കോൺഗ്രസിന്റെ നിലപാട് എന്നുള്ള ആദ്യം ജനങ്ങളോട് കുഞ്ഞഹമ്മദ്, നമ്മുടെ വിഷയം ഇവിടുത്തെ വോട്ട് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വോട്ട് മറ്റൊരു പാർട്ടി എടുത്തു എന്നുള്ളതല്ല. നമ്മുടെ വിഷയം വോട്ടർ പട്ടികയിൽ വ്യാജ വോട്ടർമാരുടെ എണ്ണം, അങ്ങനെയുള്ള എണ്ണം ഉണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. ഈ ബൂത്തിലിരിക്കുന്നവർക്ക് എന്തായാലും പണി, ഇവർക്ക് ശ്രദ്ധിക്കണ്ടേ? ഇപ്പൊ ഇത് വിളിച്ചറിയാം. അല്ല, ബൂത്തിലിരിക്കുന്നവർക്ക് എന്ത് പണി എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനപ്പുറത്തേക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതല്ല, ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ബാധ്യതാർക്കാ നിങ്ങൾ പറ, ആണ്ടാങ്ങനെ പറയാത്തത് കേട്ടില്ല. ബൂത്തിലിരിക്കുന്നവർ കണ്ടുപിടിക്കേണ്ടത് എത്ര ഇരട്ട വോട്ട് കള്ള വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലോകത്തെ ഉത്തരവാദിത്വം. ഒരാൾ ഒരു വലിയ നഗരത്തിലൊക്കെ ഒരാൾ ഒരു പേരിലോ മറ്റൊരു പേരിലോ വന്ന് മറ്റിടത്ത് വോട്ട് ചെയ്താലോ ഒക്കെ ഏത് ബൂത്തിലിരിക്കുന്ന ആളിന്, ഏത് പാർട്ടിയുടെ ബൂത്തിലിരിക്കുന്ന ആളിന് അറിയാൻ കഴിയും. ഒക്കെ കണ്ടുപിടിക്കുന്ന സംവിധാനമുണ്ട്. അപ്പുറം ചെയ്ത് ഇപ്പുറം ചെയ്ത് എല്ലാം അറിയാനുണ്ട്. അത് എങ്ങനെയാണ് ശ്രീ കുഞ്ഞഹമ്മദ്? ശ്രീ കുഞ്ഞഹമ്മദിന് താങ്കളുടെ വാർഡിൽ പെടുന്ന മുഴുവൻ ആളുകളുടെയും പേരും അല്ലെങ്കിൽ അവരെല്ലാം വിലാസവും കണ്ടു കഴിഞ്ഞാൽ ഇന്ന ആളാണെന്ന് അറിയാമോ? ഇന്നോട് താമസിക്കുന്ന ആളാന്നുള്ള എനിക്ക് മനസ്സിലാക്കി എടുക്കുന്നവന്റെ മോനാണ് താമസിക്കുന്ന ആളാണ്. ആ ഒരു വാർഡിലെ മുഴുവൻ ആള് ഒരു നഗരത്തിൽ പക്ഷെ അങ്ങനെ കഴിയില്ല ശ്രീ കുഞ്ഞഹമ്മദ്. ശരി, അദ്ദേഹത്തിന്റെ അഭിപ്രായം. നമുക്ക് ശ്രീ കമാൻഡർ മാത്യു ആണ്, ബോംബെയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ മാത്യു, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ ഒരു ആരോപണം ശരിയാണെങ്കിൽ അത് ഇന്ത്യൻ ജനാധിപത്യം തന്നെ അട്ടിമറിക്കപ്പെട്ടു എന്നൊക്കെ പറയേണ്ടി വരും. പൂർണ്ണമായും ഈ ആരോപണം തള്ളുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്നിപ്പോൾ പ്രതിപക്ഷ നിരയിലെ മുഴുവൻ പാർട്ടികളുടെയും MPമാർ ചേർന്ന് അവരുടെ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു വിഷയത്തിലും ഇങ്ങനെ ഒരു ഐക്യം ഉണ്ടായിട്ടില്ല. അവർ ഇന്ത്യയിലെ ഏറ്റവും തലമുതിർന്ന നേതാക്കളായ മല്ലികാർജുൻ ഖർഗെയും ഫാറൂഖ് അബ്ദുള്ളയും അടക്കമുള്ളവരാണ് ഇന്ന് സമരത്തിന് ഇറങ്ങുകയും അറസ്റ്റ് വരികയും ഒക്കെ ചെയ്തത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഗുഡ് ആഫ്റ്റർനൂൺ. വളരെ വളരെ ഡീസന്റ് ആയിട്ടൊരു സബ്ജക്റ്റ് തന്നെ എടുത്തത്. കാര്യം എന്താണെന്ന് വെച്ചാല് ഇതിന്റെ മെറിറ്റും ഡിമെറിറ്റ്സും ഇപ്പൊ ഞാനോ അരുണോ ഒന്നോ നമുക്ക് കൺക്ലൂഷൻ ചെയ്യാൻ പറ്റില്ല. കാര്യം നമുക്കൊരു ജുഡീഷ്യൽ റിസൾട്ടോ അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ കമ്മീഷന്റെ ഫേം ഡിസിഷന് വന്നിട്ടില്ല. പക്ഷേ അതവിടെ മാറ്റി നിൽക്കാം. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് വളരെ വ്യക്തമായിട്ട് ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ
ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു, വോട്ട് ചോരി. ആ പവർ പോയിന്റ് പ്രസന്റേഷൻ 100% അത് വ്യക്തതയുള്ളതും ക്ലിയറുമായിരുന്നു. കാരണം ഒരു ലോക്സഭാ മണ്ഡലത്തിൽ കാണിച്ച അഴിമതി കണ്ടിട്ട് പോലും ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ ഡിപ്പാർട്ട്മെന്റ് അവർക്ക് ഒറ്റ അക്ഷരം മിണ്ടാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴാണ് നമ്മൾ TN ശേഷനെ ഉള്ള ഇലക്ഷൻ കമ്മീഷണർമാരെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇത്രയും അഴിമതിയുടെ കൂടാരത്തിലേക്ക് നാം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ 160 സീറ്റുകൾ NCPക്ക് വാഗ്ദാനം ചെയ്തു, 60 സീറ്റുകൾ ശിവസേനയ്ക്ക് വാഗ്ദാനം ചെയ്തു. എന്താ ഇവിടെ നടക്കുന്നത്? രാഹുൽ ഗാന്ധി ചോദിച്ചത്, നിങ്ങൾ ഡിജിറ്റലായിട്ട് ഒരു റിപ്പോർട്ട് ഞങ്ങൾക്ക് തരൂ, ഞങ്ങൾ ആ ഡിജിറ്റൽ റിപ്പോർട്ട് പ്രകാരം നിങ്ങൾക്ക് ചെയ്തു തരാം, എവിടെയാണ് വോട്ടിന് പ്രോബ്ലം. ഇപ്പൊ നമ്മളൊക്കെ ഒന്ന് അരുൺ ചിന്തിച്ചു നോക്കി, എത്ര ദിവസം നമ്മൾ വർക്ക് ചെയ്യണം ഇങ്ങനെ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ എടുക്കണമെങ്കിൽ? മിനിറ്റുകൾക്കുള്ളിൽ കിട്ടാവുന്ന ഒരു റിപ്പോർട്ട്, ഒരു എക്സൽ സ്പ്രെഡ്ഷീറ്റ് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ റിപ്പോർട്ട് പ്രിന്റ്, ഒരു PDF കൊടുക്കാൻ വേണ്ടി ഈ ഗവൺമെന്റിന് അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് ഒത്താശ ചെയ്യുന്ന ഈ ഇലക്ഷൻ കമ്മീഷർക്ക് ചെയ്യാൻ സാധിക്കില്ലെന്ന് പറയുമ്പോൾ അവർ ഇന്ത്യയിലെ ജനങ്ങളെയാണ് ഫൂളാക്കുന്നത്, മടയന്മാരാക്കുന്നത്, നമ്മളെയാണ് മടയന്മാരാക്കുന്നത്. ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം ചോദിച്ചാൽ അത് കൊടുക്കുവാൻ ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ സാധിക്കില്ലെങ്കിൽ അതിനർത്ഥം എന്താണ്? ഇവര് കാണിച്ചത് അങ്ങേയറ്റത്തെ തെറ്റാണെന്നും ഇതിനകത്ത് തെറ്റുണ്ടെന്നുമാണ്, വ്യക്തതയാണത്. രാഹുൽ ശരി, ഗാന്ധിയെ ഓക്കെ. പോലെ എന്തായാലും അതൊക്കെ നല്ല പരിശോധിക്കേണ്ടതാണ്. തെറ്റാണോ ശരിയാണോ എന്നുള്ളതൊക്കെ പരിശോധിച്ച് തന്നെ ഉത്തരം കാണേണ്ടത് തന്നെയാണ്. താങ്കളുടെ സംശയമാണ് കൂടിയാണ് ഉന്നയിച്ചത്. ശ്രീ ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ ഷാജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു പൗരന് ഒരു വോട്ട് എന്നുള്ളതാണ്. അങ്ങനെ ഭൂരിപക്ഷം പൗരന്മാർ ആർക്ക് വോട്ട് ചെയ്യുന്നു അവർ ജയിക്കുന്നു, മറ്റുള്ളവർ പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. ആ വോട്ടർ പട്ടികയിൽ തന്നെ വ്യാജന്മാർ കടന്നുകൂടിയാൽ, അതും ലക്ഷമൊക്കെ കടന്നുകൂടിയാൽ പിന്നീട് വോട്ടെടുപ്പ് തന്നെ നടത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തെ എല്ലാ പാർട്ടികളും ചേർന്ന് തെരുവിലൊക്കെ സമരം ചെയ്യുന്ന ഒരവസ്ഥയിലേക്കും അവരെ അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്കും ഒക്കെ നീങ്ങിയത്. താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? നമസ്കാരം സാറേ. നമസ്കാരം. ഒരാളുടെ പേരിൽ തന്നെ 2 വോട്ടുണ്ട്, 2 വാർഡുകളായിട്ട്. ഞങ്ങൾക്ക് ഇവിടെ അനുഭവത്തിലൂടെ പഠിച്ചിട്ടുണ്ട്. ഏതായാലും രാഹുൽ ഗാന്ധി പറയുന്നതാണ് ശരി. താങ്കൾക്ക് ആ കാര്യത്തിൽ ഒരു ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്. എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ പറയാനുള്ള കാരണം? രാഹുൽ ഗാന്ധി പറയുന്ന ആരോപണങ്ങളെല്ലാം ശരി തന്നെ. ശരി, ശ്രീ ഷാജിയാണ് പറഞ്ഞത്. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, ജനാധിപത്യത്തിൽ വോട്ടർ പട്ടികയിൽ തന്നെ കൃത്രിമം വന്നു കഴിഞ്ഞാൽ പിന്നീട് ജനാധിപത്യം എന്നൊന്നില്ലല്ലോ. കൂടുതൽ ആര് വോട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല, കൂടുതൽ ആര് വ്യാജ വോട്ടർമാരെ ചേർക്കുന്നു എന്നിടത്താവുമല്ലോ ജനാധിപത്യത്തിൻ്റെ വിജയവും പരാജയവും ഒക്കെ വരുന്നത്. ഒരു ഡിജിറ്റൽ വോട്ടർ പട്ടിക ഉള്ളപ്പോൾ അത് ചോദിച്ചിട്ട് കൊടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, അവർ പറയുന്നു രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണം തെറ്റാണ് എന്നുള്ളത്. ഇതിൽ എവിടെയെങ്കിലും ചില സംശയങ്ങൾ ഉണ്ടോ? സർ നമസ്കാരം. നമസ്കാരമുണ്ട്. 2024 ഇതേ രാഹുൽ ഗാന്ധി ചൌക്കീദാർ ചോറ എന്ന് പറഞ്ഞ് പൊതുജനത്തിന്റെ മുമ്പിൽ ഒരു വിഷയം വിട്ടല്ലോ. ആ ജനകീയ കേൾക്കാമോ സാർ? കേൾക്കാം, പറഞ്ഞോളൂ. ആ ജനകീയ കോടതി അത് ചവറ്റി വട്ടയിൽ വലിച്ചെറിഞ്ഞില്ലേ സാർ? ആ ജനകീയ കോടതിയിൽ ആളുകൾ വോട്ടിട്ടത് ശരിയായ രീതിയിലല്ല എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. അത് ശരിയായ രൂപത്തിലല്ലെങ്കിൽ ഡിജിറ്റൽ കൊടുത്തിട്ടില്ല. സുപ്രീം കോടതിയിൽ പോകണം രാഹുൽ ഗാന്ധി. ഇന്ത്യൻ ജനാധിപത്യത്തിൽ സുപ്രീം കോടതിയിൽ പോകാനുള്ള അവകാശം എനിക്കും. കോടതിയിൽ പോയിട്ടുണ്ട്, കോൺഗ്രസ് കോടതിയിൽ പോയിട്ടുണ്ട്, മറ്റു പല പാർട്ടികളും കോടതിയിൽ പോയിട്ടുണ്ട്. പോകണം സാർ, പോയിട്ടുണ്ട്. പോകണം. അതാണ് അവർ കൊടുക്കാതിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ ബാലകൃഷ്ണൻ, അവർ പോയിട്ടുണ്ട് ഓൾറെഡി. കോടതി ചോദിച്ചല്ലോ ഇന്ത്യൻ പൗരനാണോ താൻ? ആരോട് ചോദിച്ചു? രാഹുൽ ഗാന്ധിയോട്. രാഹുൽ ഗാന്ധി ഇന്ത്യൻ പൗരനാണോ എന്ന് ചോദിച്ചു. പല വർത്തമാനവും പറഞ്ഞ അത് ഏത് കോടതിയാണ് ശ്രീ ബാലകൃഷ്ണൻ അങ്ങനെ ചോദിച്ചത്? ജന അംഗീകാരമുള്ള ജനപ്രതിനിധികൾ നേതാക്കന്മാർ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചു വേണമെന്ന് പണ്ടൊരു സമുദായത്തെ പറ്റി പറഞ്ഞു. അല്ല, അതല്ല, ഈ ഇന്ത്യൻ പൗരനാണോ രാഹുൽ ഗാന്ധി എന്ന് അത് ഏത് കോടതിയാണ് ചോദിച്ചത്? സോറി, ഇന്ത്യൻ പൗരനാണോ രാഹുൽ ഗാന്ധി എന്ന് കോടതി ചോദിച്ചു എന്നാണല്ലോ താങ്കൾ പറയുന്നത്. അത് ഏത് കോടതിയാണ്? ഏതോ കോടതി ആയിരിക്കട്ടെ. താങ്കളോട് ഇത് ആരാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നത്? ഞാൻ വെറും മുല കുടിക്കുന്ന കുഞ്ഞനൊന്നുമല്ല. പക്ഷെ ഞങ്ങളാരും ഇതുവരെ അങ്ങനെ ഏതെങ്കിലും ഒരു കോടതി രാഹുൽ ഗാന്ധിയോട് ചോദിച്ചാൽ ഞങ്ങളാരും ഇതുവരെ കേട്ടിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടി 2 ടേം ഇന്ത്യയിൽ അധികാരത്തിൽ 3-ാം ടേം വന്നപ്പോൾ നിങ്ങൾക്ക് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു പ്രത്യേക തരം അതല്ല ചോദ്യം. താങ്കൾ പറഞ്ഞൊരു ആരോപണം. നിൽക്കൂ ശ്രീ ബാലകൃഷ്ണൻ, നിൽക്കൂ. ശ്രീ ബാലകൃഷ്ണൻ കേൾക്കൂ. താങ്കൾ പറഞ്ഞൊരു ആരോപണം രാഹുൽ ഗാന്ധി ഇന്ത്യൻ പൗരനാണോ എന്നൊരു കോടതി ചോദിച്ചു എന്ന് പറയുന്നു. അത് ഏത് കോടതിയാണ്, എപ്പോഴാണ് ചോദിച്ചത്? എനിക്കറിയില്ല. ഞങ്ങളാരും ഇതുവരെ എവിടെയും പത്രത്തിലോ ചാനലിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഞങ്ങളാരും ഇത് കണ്ടിട്ടില്ല. താങ്കൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണ്, എപ്പോഴാണെന്ന് പറയൂ.
സോറി, ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധികൾ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചു വേണമെന്ന് കോടതി പറഞ്ഞു. അതല്ലല്ലോ താങ്കൾ പറഞ്ഞത്. ആദ്യം പറഞ്ഞ ആരോപണം തെറ്റല്ലേ അന്നേരം? അങ്ങനെ ഒരു കള്ളം വന്ന് ഒരു ചാനലിലൊക്കെ വന്ന് ആളുകൾ കേൾക്കുന്ന സ്ഥലത്ത് വന്ന് താങ്കളെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടി പ്രവർത്തകർ വന്ന് ഇങ്ങനെ കള്ളം വിളിച്ചു പറയുന്നത് ശരിയാണോ? ജനപ്രതിനിധികളായ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ സംസാരിക്കുമ്പോൾ ശ്രീ ബാലകൃഷ്ണൻ അതവിടെ നിൽക്കട്ടെ. താങ്കൾ ആദ്യം പറഞ്ഞ ഇന്ത്യൻ പൗരനാണോ എന്ന് രാഹുൽ ഗാന്ധിയോട് ചോദിച്ചു എന്ന് പറഞ്ഞു. അത് ശരിയാണോ തെറ്റാണോ എന്ന് ആദ്യം പറ. ഞാൻ ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിയെ കോടതി താക്കീത് വിട്ടിട്ടില്ലേ? അതൊക്കെ ഉണ്ട്, പല കാര്യമുണ്ട്. ഈ താങ്കൾ പറഞ്ഞ വാചകം ഏതെങ്കിലും കോടതി ചോദിച്ചിട്ടുണ്ടോ? ഹലോ സാർ പറയാൻ അനുവദിക്ക്. ഞാൻ ചോദിച്ചൊരു ഉത്തരം പറയൂ. അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ. യെസ് ആണെങ്കിൽ എവിടെയാണ്, എപ്പോഴാണ്, അത് പറഞ്ഞാൽ മതി. സോറി, രാഹുൽ ഗാന്ധി ഇന്ത്യൻ പൗരനാണോ എന്ന് കോടതി ചോദിച്ചിട്ടുണ്ടെന്ന് താങ്കൾ പറഞ്ഞു. അത് എപ്പോഴാണ്? അല്ലെങ്കിൽ അത് തെറ്റാണെങ്കിൽ ഞാൻ പറഞ്ഞ തെറ്റാണെന്ന് പറഞ്ഞാൽ മതി. കേട്ടില്ല കേട്ടില്ല. തെറ്റ് സമ്മതിച്ചു, അത് അവന്റെ തെറ്റിദ്ധാരണയായി പോയി. ശരി, ഓക്കെ, പറഞ്ഞോളൂ. ഞാൻ ചോദിക്കുന്നത് നരേന്ദ്രമോദിക്കെതിരായിട്ടും ഒരു സമുദായത്തിനെതിരായിട്ടും പറഞ്ഞിട്ട് ജനപ്രതിനിധികളെ നേതാക്കന്മാർ, ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചു പറഞ്ഞ കോടി താക്കിത്തോട്ടിട്ടോ? അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. 2024 വേറൊരു മുദ്രാവാക്യം വെച്ചിരുന്നോ രാജ്യത്തൊട്ടാകാൻ? ബാലകൃഷ്ണൻ, ഇനി വിഷയത്തിലേക്ക് വരൂ. താങ്കൾ പറയാനുള്ള താങ്കളുടെ എക്സ്ട്രാ കാര്യം കഴിഞ്ഞല്ലോ. ഈ വിഷയത്തിലേക്ക് വരൂ. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ഉണ്ടോ ഇല്ലയോ ഏതാണ് താങ്കൾ വിശ്വസിക്കുന്നത്? ഇന്ത്യയിലെ ഒരു നിയമസഭയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ MLA കൂടി ആവാൻ യോഗ്യതയില്ലാത്ത വ്യക്തിയാണ്. അത് അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ടാണോ അദ്ദേഹം എത്ര പ്രാവശ്യം വിജയിച്ചപ്പോൾ? എന്ത് വിജയിക്കാൻ സാർ? ഇന്ത്യ രാജ്യത്തെ ഇന്ത്യ മുന്നണിക്കാർക്ക് ഒരു പണിയായി. ബീഹാറിൽ ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരുവാണ്. അപ്പൊ ഒരു വിഷയം വേണം. ഇപ്പൊ ഏതാ മെനഞ്ഞാണ് VS സുനിൽകുമാർ ഇറങ്ങിയിരിക്കുക. ഇതൊക്കെ എന്താ സാർ? വെള്ളരിക്കപ്പെട്ടണോ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കൊല്ലം ഒന്നായി. ഇത് തന്നെയാണ് അവരും ചോദിക്കുന്നത്. ഇത് വെള്ളരിക്കപ്പെട്ടണമാണോ? ഒരു വീടിന്റെ അഡ്രസ്സിൽ 80 പേരുടെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിരിക്കുന്നു. ഇത് വെള്ളരിക്കപ്പെട്ടമാണോ എന്ന ചോദ്യം തന്നെയാണ് അവരും ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞ് പരാതി കൊടുക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തൊട്ടു പിന്നാലെ തന്നെയുള്ള പരാതികൾ നിരവധി ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലുണ്ട്. അത് കേരളത്തിലെ അടക്കമുള്ള പരാതിയുണ്ട്, തൃശ്ശൂരിലെ അടക്കമുള്ള പരാതികളുണ്ട്. പല സംസ്ഥാനത്തും ഇത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ പരാതികൾ നൽകിയിട്ടുണ്ട്. അതൊക്കെ കോടതിയുടെ പരിഗണനയിലുണ്ട്. കേരളത്തിലെ എല്ലാ നിയമസഭയിലും ഒരു പൗരൻ ഒരു സ്ഥലത്ത് വോട്ട് ചെയ്യുന്നത് താങ്കൾക്ക് പറയാനോ? മറ്റുള്ള പാർട്ടികളുടെ ഒരു പാർട്ടി ഏത് പാർട്ടി ചെയ്താലും കള്ളം ചെയ്താൽ അത് കള്ളമാണ്. ഇതൊക്കെ BJPയുടെ ഒരു വോട്ട് രണ്ടിടത്ത് ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരാതി. അതാണ് ഞാൻ പറഞ്ഞത്. ദേശീയ തലത്തിൽ കോൺഗ്രസിന് നിലനിൽപ്പില്ല. അതിനൊത്ത് താളം തുള്ളുന്ന ഒരേ ഒരു സ്റ്റേറ്റ് ആണല്ലോ, അത് കേരളം. കേരളത്തിലെ ചാനലും. അപ്പൊ ഈ തമിഴ്നാടും ബംഗാളും ഒക്കെ എങ്ങനെയാണ്? അങ്ങനെയല്ലേ? താങ്കൾക്ക് ഈ തമിഴ്നാട് ബംഗാൾ എന്നൊക്കെ പറഞ്ഞ ചില സംസ്ഥാനങ്ങൾ ഉണ്ട് എന്നത് കാര്യം അറിയാമോ? ഇന്ത്യയിലെ ജനകോടികൾക്ക്, വിദ്യാസമ്പന്നരായ ജനകോടികൾക്ക് ഇതിലൊക്കെ വിശ്വാസമുണ്ട്. അത് താങ്കളല്ല തീരുമാനിക്കണം. താങ്കൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അതാവാം. ഡിജിറ്റൽ താങ്കൾക്ക് വിശ്വാസമല്ല, ബഹുഭൂരിപക്ഷത്തിന് അധികാരത്തിൽ വന്നിരിക്കുക. അതെങ്ങനെയാ താങ്കൾ ജനാധിപത്യം തെരഞ്ഞെടുപ്പിന് അട്ടിമറി? താങ്കൾ അട്ടിമറിക്കുന്ന? ഞാൻ അട്ടിമറിച്ചോ? പിന്നെ ഇപ്പൊ അധികാരത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ജനകോടികളുടെ പിന്തുണയുണ്ട്. അത് സമ്മതിച്ചേ പറ്റൂ. ആ അധികാരത്തിലേക്ക് വന്ന വഴി തെറ്റായ വഴിയാണ് എന്നാണ് ഇപ്പോൾ ഇവർ ആരോപിക്കുന്നത്. ആ ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിന് നിങ്ങൾക്ക് ആർജവമുണ്ടെങ്കിൽ നിയമ നടപടികളിലോ സമരത്തിലൂടെയോ താങ്കളും ഈ ഇന്ത്യ മുന്നണിക്കാർ തെളിയിക്കണം. ശരി, ഓക്കെ. താങ്കളും എന്തായാലും അത്തരം ആരോപണങ്ങളൊക്കെ ഇന്ത്യ പ്രതിപക്ഷ പാർട്ടികൾ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസൊക്കെ നടക്കട്ടെ. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾ എന്തായാലും ഒരു തെറ്റായ ആരോപണം ഉന്നയിക്കാനും അത് പിൻവലിക്കാനും തയ്യാറായാൽ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ തെറ്റായ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കും മുമ്പ് താങ്കൾ ഒരിക്കൽ കൂടി ആലോചിക്കുക. പലപ്പോഴും താങ്കൾ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ശ്രീ ഇടയം മുരളിയാണ് അടുത്ത പ്രേക്ഷകരെത്തുന്നത്. ശ്രീ ഇടയം മുരളി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒന്നാം മോദി സർക്കാർ വന്നു, രണ്ടാം സർക്കാർ വന്നു, മൂന്നാമത്തെ സർക്കാർ, ഈ കാലയളവിലൊന്നും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും ഒന്നിച്ച് തെരുവിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഇതാദ്യമായിട്ടാണ് അങ്ങനെ ഒരു പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യത്തോടു കൂടി തെരുവിൽ ഇറങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അത് ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? നമസ്കാരം സാറേ. നമസ്കാരം. ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി പറയുന്നതാണ് ശരി. അദ്ദേഹത്തിന്റെ അഭിപ്രായം ശരിയായതുകൊണ്ടാണ് 300-ൽ പരം MPമാര് അദ്ദേഹത്തിന്റെ പ്രതിഷേധത്തിനൊപ്പം നിന്നിട്ടുണ്ട്. അപ്പം ആ സാഹചര്യം വെച്ച് തന്നെ നമ്മൾ അഭിപ്രായം പറയുമ്പോൾ ഇത് ഭരണകക്ഷിയായ BJP നടത്തിക്കൂട്ടിയ ഒരു കള്ളക്കളിയായിരുന്നെന്ന് മനസ്സിലായിട്ടുണ്ട്. 300 MPമാര് എതിർത്ത് വെക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം സാഹചര്യം വെച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ സർക്കാർ തന്നെ രാജിവെച്ചു പോവുകയാണ്. പിന്നെ മറ്റു കാര്യം പറയാം, TN ശേഷൻ ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് ഇരുന്നിട്ടുണ്ട്. അന്നൊന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു. പിന്നെ BJP ആൾ സ്വാധീനം ഉപയോഗിച്ച്
പിന്നെ മറ്റ് കക്ഷികളെ അടിച്ചമർത്തുന്ന ഒരു രീതി ഇപ്പം ഈ ഇന്ത്യ രാജ്യത്ത് വന്നിട്ടുണ്ട്. അതിപ്പോ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് പിന്നെ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി ഉള്ളത് കൊണ്ടും അദ്ദേഹത്തിനൊപ്പം വളരെ ആശയപരമായിട്ട് അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ഒരു കെട്ടുറപ്പ് ഉള്ളത് കൊണ്ട് അതിനെതിരെ ഒരു പ്രതിഷേധ ശബ്ദം ഉയരുന്നു. യഥാർത്ഥത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ കോൺഗ്രസ് ദുർബലമായിരുന്നപ്പോൾ അത്രയും അംഗസംഖ്യ ഇല്ലായിരുന്നപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ ഡീഗ്രേഡ് ചെയ്ത് അല്ലെങ്കിൽ തരം താഴ്ത്തി സംസാരിക്കുന്ന ഒരു പ്രവണത പ്രധാനമന്ത്രിക്ക് ഉണ്ടായിരുന്നു. അതൊന്നും ശരിയായ രീതിയല്ല. കാര്യം BJP മാത്രം അതല്ല ശ്രീ മുരളി, നമ്മുടെ വിഷയം ഈ വ്യാജ വോട്ട് ചോരി എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. ശ്രീ കൃഷ്ണൻ കുമാറാണ് ഹൈദരാബാദിൽ നിന്നും. ശ്രീ കൃഷ്ണകുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ പ്രതിപക്ഷത്തിന്റെ ആരോപണത്തെയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടിനെയും കാണുന്നത്? നമസ്കാരം. ഞാൻ ആദ്യം തൃശ്ശൂരെ കാര്യത്തെ കുറിച്ച് പറയാം, അത് കഴിഞ്ഞ് ഡൽഹിയിലെ പറയാം. തൃശ്ശൂര് എന്ന് പറയുന്നത് നമ്മുടെ ഈ സുരേഷ് ഗോപി അങ്ങോട്ട് അപരനാമങ്ങളൊന്നും TV ചാനലിൽ വിളിച്ചു പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് പറയുന്നില്ല. എനിക്ക് പറയണമെന്നുണ്ട്, പറയുന്നില്ല. പറയാതിരിക്കുക എന്നുള്ളതാണ് മര്യാദയും മാന്യതയും. അതെ. ഈ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തി വാടക വീടുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സ്കാം നടത്തുന്ന വ്യക്തിയാണെന്ന് എല്ലാവർക്കും അറിയാം. മുമ്പൊരിക്കൽ അങ്ങൊരു ഓടി കാറ് മേടിച്ചു, പോണ്ടിച്ചേരിയിൽ വാടക വീടിന്റെ അഡ്രസ് ഉണ്ടാക്കി രജിസ്ട്രേഷൻ നടത്തി. അതിൽ ഒരു കാറിന്റെ കേസ് വന്നപ്പോൾ വേറൊരു കാറും കൂടെ എല്ലാവരും വിളിച്ചു. ഇപ്പതേ വാടക വീടെടുത്ത് വോട്ടർമാരെ അവരുടെ വീട്ടിലുള്ള വോട്ടർമാരെ മുഴുവൻ അവിടെ കൊടുന്നു. ചെയ്യാവുന്ന കാര്യമാണ്. നിയമപരമായി തന്നെ അതിനകത്ത് തെറ്റൊന്നുമില്ല. ശരി, തെറ്റില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, സുരേഷ് ഗോപി ഇങ്ങോട്ട് ചെയ്തു, അതിന്റെ പിന്നാലെ ഇവിടുന്ന് കട്ട് ചെയ്ത് വീണ്ടും പഴയ സ്ഥലത്തേക്ക് പോയി. അവിടെ പിന്നീട് ഒരു ഇതായിട്ട് വോട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും അവർക്ക് വോട്ട് കിട്ടില്ലേ? ഒരേ നിയമം സ്വാഭാവികമായി നമ്മുടെ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് നമുക്ക് 6 മാസം ഒരാൾക്ക് ഒരു സ്ഥലത്ത് താമസിച്ചാൽ അവിടെ വോട്ടാവാം. 6 മാസം കഴിഞ്ഞ് ഞാൻ മാറി മറ്റു സ്ഥലത്ത് 6 മാസം എന്നല്ല പറഞ്ഞ കേട്ട് 2 ദിവസം ഉണ്ടെങ്കിൽ അവർക്ക് വോട്ട് അവകാശം കൊടുത്തു എന്നാ പറയണത്. അത് പിന്നെ രണ്ടാമത്തെ അത്തരം അങ്ങനെ 1-2 വോട്ടിന്റെ ഒരു വിഷയമല്ല. ഇത് ഒരു വ്യാപകമായ രീതിയിലേക്ക് വോട്ടർ പട്ടികയിൽ വ്യാജമായ ഒരു അസംബ്ലി മണ്ഡലത്തിൽ 1 ലക്ഷം പേരെയൊക്കെ വ്യാജമായി ചേർത്തു എന്നാണ് കുറെ തെളിവുകളൊക്കെ നിരത്തി രാഹുൽ ഗാന്ധി പറയുന്നത്. അതിൽ ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. രാഹുൽ ഗാന്ധി പറയുന്നത് 100% ശരിയാണെന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. കാരണം എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായിട്ട് മറുപടി കൊടുക്കണമായിരുന്നു. അപ്പൊ രാഹുൽ ഗാന്ധി ചാലഞ്ച് ചെയ്തുകൊണ്ട് ഗവൺമെന്റിനും പറയാം, ഇയാൾ കള്ളാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു മോഡിയുടെ ജനപ്രീതി അങ്ങനെയാണെങ്കിൽ വർദ്ധിക്കുകയുള്ളായിരുന്നു. ഇന്നത്തെ ഇത്രയും കാലം ഡെവലപ്പായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ഒരു ഡിജിറ്റൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് തന്നെ കള്ളത്തരാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്നുണ്ടെങ്കിൽ ഈ രാഹുൽ ഗാന്ധി ഇവിടെ ഒരു കാര്യം പറയാൻ ഇരിക്കാൻ വയ്യ. രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ സമയത്ത് TN ശേഷൻ എന്ന് പറഞ്ഞ നമ്മുടെ ഫോർമർ ഇലക്ഷൻ കമ്മീഷണർക്ക് ഒരു പുനർജന്മവും യൗവനവും ലഭിച്ചിരുന്നെങ്കിലോ എന്ന് സത്യമായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നു. നേതാക്കൾ വരണമെന്ന് ആഗ്രഹിക്കുന്നതൊക്കെ സ്വാഭാവികമാണ്. ശ്രീ സന്തോഷാണ് വെള്ളരിക്കുണ്ടിൽ നിന്നും. സന്തോഷിലേക്ക് വരും മുമ്പ് നമുക്ക് യൂട്യൂബിൽ 1-2 കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. നമസ്കാരം കിരൺ, സുഖമാണ്, നൈസ് ടു സീ യു ബാക്ക്, വി മിസ്ഡ് യു സോ മച്ച് എന്നൊക്കെ പറയുന്നത് എന്തായാലും സന്തോഷം. മറ്റൊന്ന് കൂടിയുണ്ട്. രഘുനന്ദനൻ പറയുന്നു, ഇതെല്ലാം അന്വേഷണം നടത്തി കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. കോടതിയും ഇലക്ഷൻ കമ്മീഷനും അവരുടെ കൂടെ നിൽക്കുമ്പോൾ ഇവിടെ നീതി അങ്ങനെ നടപ്പാകുമെന്ന് രഘുനന്ദനൻ തിരുവല്ലാവാരം പറയുന്നു. അതോടൊപ്പം തന്നെ സിന്ധു മോഹൻ പറയുന്നു, രാഹുൽ എന്താ കോടതിയിൽ പോകാത്തത്? കോൺഗ്രസ് ജയിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു പരാതിയുമില്ലേ എന്ന് ചോദിക്കുന്നു. സിന്ധു മോഹൻ, പല മണ്ഡലങ്ങളെ സംബന്ധിച്ചും പരാതി കോടതിയുടെ പരിഗണനയിലുണ്ട്. കേരളമടക്കം പല സ്ഥലത്തെയും വോട്ടർ പട്ടികയെ സംബന്ധിച്ച പരാതികൾ, നിരവധി പരാതികൾ കോടതിയുടെ പരിഗണനയിൽ ഇപ്പോൾ കേസായി തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ എന്താണ് പോകാത്തതെന്ന ചോദ്യത്തിന് അർത്ഥമില്ല. സംഘികൾക്ക് നേരം വിളക്കാൻ ഒരുപാട് സമയമുണ്ട് എന്ന് ഷാജി NB പറയുന്നു. കിരണെ, വോട്ടേഴ്സിൽ നടക്കുന്നത് ഉടായിപ്പാണെന്ന് അഡ്വക്കേറ്റ് JP ഗോപാലകൃഷ്ണപിള്ള പറയുന്നു. സുന്ദരൻ VP പറയുന്നു, 20 ലോക്സഭാ മണ്ഡലമുള്ള കേരളത്തിൽ തൃശ്ശൂർ മണ്ഡലം മാത്രം തെരഞ്ഞെടുത്ത് ആരോപണം ഉന്നയിക്കുന്ന കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും മാധ്യമങ്ങളുടെയും അജണ്ട സെറ്റ് ചെയ്യുന്നത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് എന്നൊക്കെ സുന്ദരൻ VP ചോദിക്കുന്നു. സുന്ദരൻ VP, കേരളത്തിലെ മാധ്യമങ്ങളുടെ കാര്യം, എല്ലാ മാധ്യമങ്ങളല്ല പല മാധ്യമങ്ങളുടെയും കാര്യത്തിൽ താങ്കൾ പറയുന്നത് കഷ്ടമാണ്. CPM-കാർ പറയും അവരുടെ വിരുദ്ധരാണ് മാധ്യമങ്ങളെല്ലാം, BJP പറയുന്നു BJP വിരുദ്ധരാണ്, കോൺഗ്രസ് പറയുന്നു കോൺഗ്രസ് വിരുദ്ധരാണ്. ഇങ്ങനെ അത് ഏത് പാർട്ടിക്ക് വേണ്ടിയാണ് ഈ മാധ്യമങ്ങളെല്ലാം കൂടി ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല. പല മാധ്യമങ്ങൾക്കും പല രാഷ്ട്രീയ താല്പര്യമൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിനകത്ത് കുറച്ചെങ്കിലും അർത്ഥമുണ്ട്. 20 അത് തന്നെയാണ് വീണ്ടും സുന്ദരൻ VP പറയുന്നത്. സുന്ദരൻ VP ഒന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് തൃപ്തിയാവാത്തതുകൊണ്ടാന്ന് തോന്നുന്നു. ആവർത്തിച്ച് ഒരേ കമൻറ്റ് തന്നെ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ചിലരെയൊക്കെ ബ്ലോക്ക് ചെയ്യണം എന്നാണ് ഷിജു കിരിയത്ത് പറയുന്നത്. ശ്രീ ഷിജു കിരിയത്ത്, അങ്ങനെ നമ്മൾ ആരെയും ബ്ലോക്ക് ചെയ്യുന്നില്ല. അവർക്ക് അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം.
ചിലരുടെയൊക്കെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അവരുടെ രാഷ്ട്രീയ ആശയങ്ങൾ എങ്ങനെയാണ് എന്നതുകൂടി നാട്ടുകാർക്ക് കൂടി ബോധ്യപ്പെടാൻ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നല്ലതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. സുന്ദരൻ വി പി ഇങ്ങനെ ആവർത്തിച്ച് ഒരേ സാധനങ്ങൾ തന്നെ ഇടുന്നു. SIUC നാടാർ, CAC നാടാർ തുടങ്ങിയ ജോലി, അത് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത വിഷയമാണ്. നമ്മുടെ ചാനൽ തന്നെയാണ് ആ വാർത്ത പുറത്തുവിട്ടത്. ജോലി കിട്ടാൻ വേണ്ടി, സംവരണം കിട്ടാൻ വേണ്ടി വ്യാജമായി അങ്ങനെ ജാതി സർട്ടിഫിക്കറ്റുകൾ സംഘടിപ്പിക്കുന്നു എന്ന് ഉള്ള വാർത്ത. എന്തായാലും ഇത്തരം കുറേയേറെ കമൻറ്റുകൾ കൂടി ഇതിലുണ്ട്. ദയവേത് ഈ മംഗ്ലീഷ് കമൻറ്റുകൾ ദയവേത് വായിക്കാൻ പ്രയാസമാണ്. ഒന്നുകിൽ മലയാളത്തിലിടുക, മലയാളത്തിലിടുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് നമ്മുടെ ഒരു മലയാളം ചാനൽ നില, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇടാം. ശ്രീ സുന്ദരൻ വി പി, താങ്കൾ ഇനി ഒരേ കമൻറ്റ് ഇങ്ങനെ ആവർത്തിച്ച് ഇടേണ്ടതില്ല. താങ്കളുടെ കമൻറ്റ് ഞാൻ വായിച്ചു. ഇനി വായിക്കാൻ വേണ്ടിയാണ് ഇത്രത്തോളം ആക്രാന്തം കാണിക്കുന്നെങ്കിൽ അത് വേണ്ട എന്ന് കൂടി അറിയിക്കുന്നു. ശ്രീ സന്തോഷാണ് വെള്ളരിക്കുണ്ടിൽ നിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് ഇതിൽ ഏതു പക്ഷത്താണ് ന്യായം എന്നാണ് തോന്നുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. എനിക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് ശരിയെന്നാണ് സാർ. കാരണം രാഹുൽ ഗാന്ധി തെളിവ് സഹിതം എല്ലാ ചാനലിലും കാണിച്ചു. അപ്പോൾ അത് ശരിയാണെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ കാണിക്കാൻ സാധ്യതയില്ല. കാരണം BJP വടക്കേക്ക് വലിയൊരു വളർച്ചയാണ് വളർന്നത്. അത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പോൾ ഈ കേസ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സുപ്രീം കോടതി എല്ലാം പിന്നെ BJP സർക്കാർ പറയുന്നതിന് പോകുമെന്ന് എനിക്കറിയില്ല. അത് സാധാരണ ജനങ്ങൾക്ക് ഇപ്പം ആകെ ഒരു ആശങ്കയുടെ അവസ്ഥയിലാണ് ഉള്ളത്. അപ്പൊ ഇത് സത്യസന്ധമായി അന്വേഷിച്ച് ഇത് പുറത്തു വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ സാറേ, പിന്നെ കേരളത്തിലെ വാഹനാപകടങ്ങളെ കുറിച്ച് ഒരു വിഷയം നമുക്ക് ചർച്ച ചെയ്യണം സാർ. ശരി, ഒരു വിഷയം, ഗൗരവപ്പെട്ട വിഷയം തന്നെയാണ്. അങ്ങനെ വാഹനാപകടത്തിൽ നിരന്തരം ഉണ്ടാകുന്ന മരണങ്ങളും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ശ്രീ സന്തോഷ്, താങ്കളുടെ ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള നിലപാടിന് കൂടി പ്രത്യേകം നന്ദി. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു അടിസ്ഥാന തത്വം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശില എന്ന് പറയുന്നത് തന്നെ ഒരാൾക്ക് ഒരു വോട്ട്, അങ്ങനെ ഭൂരിപക്ഷം വോട്ട് കിട്ടുന്ന ജയിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോൾ തന്നെ അതിൽ വ്യാജ വോട്ടുകളൊക്കെ വന്നാൽ, അല്ലെങ്കിൽ ഒരാൾക്ക് 5ഉം 10 വോട്ടും ഇല്ലാത്ത ഒരു വീടിൻ്റെയും വിലാസത്തിൻ്റെയും ഒക്കെ പേരിലൊക്കെ 100 കണക്കിന് വോട്ടും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ജനാധിപത്യ പ്രക്രിയ തന്നെ അട്ടിമറിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരില്ല? അതോ ഇതൊരു വ്യാജ ആരോപണം മാത്രമാണോ? സാർ, വോട്ടർ പട്ടികയിൽ അപാകത ഉണ്ട്. ആ അപാകത ഉള്ളത് കാരണം കൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഒരു തീരുമാനമെടുത്ത് കേരളത്തിലുള്ള BLOമാർക്ക് ഇലക്ഷൻ കമ്മീഷന്റെ ഏജന്റ് വഴി ഒരു നിർദ്ദേശം കൊടുത്തു. അതായത് എല്ലാവരുടെയും ആധാർ കാർഡും കൂടെ വോട്ടർ ID-യിൽ ലിങ്ക് ചെയ്യുക. അതായത് ലിങ്ക് ചെയ്യുമ്പോൾ ഒരാളിന് മാത്രമേ ഒരു ആധാർ കാർഡ് ഉണ്ടാവുള്ളൂ. ഒരാളിന് ഒരു ആധാർ കാർഡ്, അത് ശരിയാണല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ, അങ്ങനെ ലിങ്ക് ചെയ്യുന്ന സമയത്ത് ഒരാളിന്, ഇന്ത്യക്കകത്ത് ഒരാളിന് ഒരു വോട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ആ സംവിധാനം ഞങ്ങളെ കൊണ്ട്, BLOമാരായിരുന്ന ഞങ്ങളെ കൊണ്ട് ചെയ്തു സാർ. ഞങ്ങളെന്ന് വെച്ചാൽ, എന്നെ സംബന്ധിച്ചോളം വെച്ചാൽ, ഒരു ബൂത്തിൽ 1200 പേരുടെ വീട്ടിൽ കയറി ഇറങ്ങി അവരുടെ അംഗങ്ങളുടെ ആധാർ നമ്പർ വാങ്ങിച്ച് ലിങ്ക് ചെയ്തു. അത് കൂടാതെ തന്നെ ഫോൺ നമ്പർ വാങ്ങിച്ച് ലിങ്ക് ചെയ്തു. പക്ഷെ ഇതൊന്നും ഫലപ്രാപ്തിയിലെത്തുന്നില്ല. അത് ഇലക്ഷൻ കമ്മീഷന്റെ അവസ്ഥയാണ് സാർ. എന്താ പറയുക, ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്നതൊക്കെ ചെയ്തു. അതായത് ഇതിന്റെ പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചാൽ, വോട്ടർ ID-യിൽ ആധാർ കാർഡ് ലിങ്ക് ചെയ്ത് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു വോട്ട് ചെയ്യാൻ പറ്റൂല സാർ, പറ്റൂല. ശരി, താങ്കളുടെ നിർദ്ദേശം ഫലപ്രദമായ ഒരു നിർദ്ദേശം കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയൊക്കെ ശാസ്ത്രീയമായ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് വോട്ടർ പട്ടിക ക്ലീനാക്കാൻ കഴിയുന്നത്. പുതിയ കാലത്ത്, സാങ്കേതികവിദ്യ വളർന്ന കാലത്ത് AI-യുടെ സംവിധാനത്തോടുകൂടി എത്ര ലക്ഷം വോട്ടിൽ നിന്ന് വേണമെങ്കിലും ഒരു പേര് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വിലാസം ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കണ്ടെത്താനുള്ള ഒരുപാട് മാർഗ്ഗങ്ങൾ നിലവിലുണ്ട്. അതിനൊന്നും ഒരു തടസ്സമുള്ള നാടല്ല നമ്മുടേത്. അത്രത്തോളം നമുക്ക് സാങ്കേതിക വികാസവും നമ്മുടെ നാട്ടിലുണ്ട്. ശ്രീ ഏലിയാസ് ആണ് എറണാകുളത്ത് നിന്നും. ശ്രീ ഏലിയാസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ആരോപണം ഗൗരവമുള്ള ഒരു ആരോപണമാണ്. ആരോപണം ശരിയാണ് എങ്കിൽ തെരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിക്കപ്പെട്ടു എന്നൊക്കെ പറയേണ്ടി വരും. അങ്ങനെ ആ ആരോപണം ശരിയാണെന്നുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? അതോ ഒരു തോറ്റ ആളുകൾ ഉന്നയിക്കുന്ന ഒരു ന്യായം മാത്രമാണോ? ശ്രീ ഏലിയാസ്, കേൾക്കാമോ? ശ്രീ സന്തോഷാണ് കാസർഗോഡ്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് പറയാം. ഈ ആരോപണം ശരിയാണ്. കാരണം നമ്മൾ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ തന്നെ അവിടെ 5:30-ക്ക് ശേഷം 8% വോട്ടാണ് കൂടിയത്, പോളിംഗ് ശതമാനം. അപ്പൊ ആ 5:30-ക്ക് ശേഷമുള്ള ആ പോളിംഗ് ശതമാനം എവിടെയും ക്യൂ കണ്ടതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. അതിനുശേഷമുള്ള CCTV ചോദിച്ചിട്ട് അത് കൊടുത്തിട്ടുമില്ല. അപ്പോൾ അതിൽ തന്നെ മറച്ചു വെക്കാനുണ്ടെന്നുള്ളതല്ലേ. പിന്നെ ഈ 45 ദിവസത്തിനുള്ളിൽ പരാതി കൊടുക്കണം എന്നാണ്. ഈ 45 ദിവസത്തിനുള്ളിൽ ഇവർ ഡിജിറ്റൽ തെളിവ് വല്ലതും കൊടുത്താലേ ഈ പരാതി കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് തന്നെ 6 മാസം രാഹുൽ ഗാന്ധിയും ടീമും മെനക്കെട്ടിട്ടാണ് ഇത് തെളിവ് തന്നെ കിട്ടിയത്, അല്ലേ? ഹലോ, കേൾക്കാം, താങ്കൾ പറഞ്ഞോളൂ.
ഇത് തന്നെ തെളിവ് കിട്ടിയത് 6 മാസം വരെ കിട്ടണം. പിന്നെ എവിടെയാണ് ഈ 45 ദിവസത്തിനുള്ളിൽ തെളിവ് പരാതി കൊടുക്കാൻ പറ്റുന്നത്? ബാക്കിയുള്ള കേസുകളൊക്കെ സ്വമേധയാ കേസെടുക്കുന്ന സുപ്രീം കോടതികൾ ഒന്ന് വിളിച്ച് അന്വേഷിക്കാൻ പോലും സുപ്രീം കോടതി ജഡ്ജിമാർക്ക് പറ്റുന്നില്ല. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കലേന്ന്. ഇപ്പൊ ഈ പാർലമെന്റിൽ ഇത് ഉന്നയിച്ചിട്ട് എന്താ കാര്യം? പാർലമെന്റിൽ ഉന്നയിച്ചിട്ടും വലിയ കാര്യമില്ല. കാരണം ഈ സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും പ്രധാനമന്ത്രിയും ലോക പ്രതിപക്ഷ നേതാവും ഇവരൊക്കെ കൂടിയിട്ടുള്ള ഇലക്ഷൻ വരുന്നത് നിർദ്ദേശിക്കേണ്ടത്. ഇതിലാരും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ അവിടെ നിന്ന് ഒഴിവാക്കിയില്ലേ നിർദ്ദേശിക്കുമ്പോൾ? അപ്പൊ ഇത് ഇതിപ്പോ ഇന്നലെ വേറൊരു ചാനലിൽ കണ്ടു, ബാംഗ്ലൂർ നോർത്തിൽ തന്നെ 355 ബോട്ടാണ് ഒരു ഫ്ലാറ്റിൽ തന്നെ ഉള്ളത്. 355 ബോട്ട്. ഇന്ന് അവിടെ ആളില്ല. അതൊരു BJP നേതാവിന്റെ ഫ്ലാറ്റായിരുന്നു. അവിടെ ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് 355 വോട്ടർ ID പിടിച്ചെടുത്തു, പക്ഷെ കേസെടുത്തിട്ടില്ല. BJPക്ക് വേണ്ടി സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ സുരേന്ദ്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തെ, ഈ രാഹുൽ ഗാന്ധിയുടെ ആരോപണം ശരിയാണെങ്കിൽ അത് ജനാധിപത്യത്തെ അട്ടിമറിക്കപ്പെടുന്ന ഒരു വലിയ വിഷയമാണ്. ഈ ആരോപണത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, ഈ രാഹുൽ ഗാന്ധി പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന വാക്കുകൾ എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ തെളിവുകൾ കൊണ്ടുവരാൻ പറയുന്നുണ്ട്. ഈ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളെയും വിളിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. എല്ലാം വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇവർ പറയണത് നിങ്ങൾ തെളിവുകൾ ഞങ്ങൾക്ക് കൊണ്ടുവരൂ. അവരുടെ അടുത്തേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. മധ്യത്തിൽ നിന്നിട്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇന്ന കാര്യങ്ങൾ ഇന്ന സ്ഥലങ്ങളിൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷൻ അവിടെ ഇരുന്ന് കുറച്ച് നോട്ടീസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആൾക്കാരെ ഭീഷണിപ്പെടുത്തിയും കാര്യങ്ങളും ചെയ്യല്ല വേണ്ടത്. ഇനി തൃശ്ശൂരിനെ സംബന്ധിച്ചെടുക്കുകയാണെങ്കിൽ എനിക്കറിയാം, ഇവിടുന്ന് ലോക്സഭാ ഇലക്ഷനിൽ പുങ്കുന്നം കേന്ദ്രം എല്ലാവരും പറഞ്ഞിട്ടില്ല, അന്ന് തന്നെ ഈ വിഷയം വന്നിട്ടുണ്ടായിരുന്നു. പുങ്കുന്നം കേന്ദ്രീകരിച്ച് ഇപ്പൊ 75,000 എന്നൊക്കെ പറഞ്ഞ അതൊന്നും ഉണ്ടാവില്ല. പക്ഷെ പുങ്കുന്നം കേന്ദ്രീകരിച്ച് കുറെ വോട്ടുകൾ ചേർത്തിട്ടുള്ള വ്യക്ത ഞങ്ങളുടെ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലുള്ള ആൾക്കാര് തൃശ്ശൂര് പുങ്കുന്നം കേന്ദ്രീകരിച്ച് വോട്ട് മാറ്റിയിട്ടുണ്ട്. കാരണം ഇത് എങ്ങനെ കണ്ടുപിടിച്ചതെന്ന് എങ്ങനെ അറിയുന്നതെന്ന് വെച്ചാൽ ഈ ഇവിടെ ആരൊക്കെ വോട്ട് ചെയ്യാത്തേ നോക്കുമ്പോ ഈ പറഞ്ഞ ആളുകളുടെ വോട്ട് ഇവിടെ ഇല്ല. ആ വോട്ട് പുങ്കുന്നം കേന്ദ്രീകരിച്ചിട്ടുള്ള ഈ ഫ്ലാറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വോട്ടുകൾ ഉണ്ട്. അപ്പൊ അത് ലോക്സഭ ഇലക്ഷനോട് അനുബന്ധിച്ച് മാത്രമാണ് അങ്ങോട്ട് മാറ്റിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ പിന്നെ VS സുനിൽകുമാർ ഇന്നലെ കാണിച്ചല്ലോ, ഇത്രയും 187 പേരുടെ അങ്ങനെ കാണിച്ചിട്ടില്ല. CBI പരാതി കൊടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. 3 പരാതികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന്. അതെ, സുനിൽകുമാറിന്റെ പരാതിയിൽ കേസ് ഇപ്പോൾ നിൽക്കുകയാണ്. അത് കോടതിയുടെ പരിഗണനയിലാണുള്ളത്. CBIയുടെ 3 കേസുകൾ നിലവിലുണ്ട്. അപ്പൊ അതിലൊന്നും ഒരു ഇത് കൊടുത്തിട്ടില്ല. കാരണം വോട്ടേഴ്സ് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ അവരെ വോട്ട് ചെയ്യിക്കാതിരിക്കാൻ പറ്റില്ല എന്നാണ് അന്നത്തെ കളക്ടർ പറഞ്ഞെന്നാണ് പറയുന്നത്. അത് എന്ത് നിയമമാണ്? വോട്ടേഴ്സ് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും വോട്ട് ചെയ്യിക്കേണ്ടി വരും. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീ ജേക്കബാണ്. ശ്രീ ജേക്കബിലേക്ക് കടക്കുമ്പോൾ 1-2 യൂട്യൂബ് കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ഇത്രയും കള്ളവോട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് അമീൻ AL ചോദിക്കുന്നു. ന്യൂ തിങ്കർ ചോദിക്കുന്നു, അധികാരത്തിന് വേണ്ടി രാഷ്ട്രപിതാവിൻ്റെ ജാതി മോട്ടിച്ചവർ ഈ നാട്ടിലുണ്ട് എന്നൊക്കെ പറയുന്നു. എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധി എന്നുള്ള പേര് വെച്ചിട്ടൊക്കെ ആയിരിക്കും അവർ ചെയ്തത്. അത് എങ്ങനെയാണ് ആ പേര് വന്നത് എന്നൊക്കെ കൃത്യമായി തന്നെ ആളുകൾക്ക് അറിയാവുന്നതാണ്. ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് ഫിറോസ് ഗാന്ധിയുടെ പേരാണ് അത്. വീട്ടുപേര് കജടതബ എന്ന് പറയുന്നു. ജയകുമാർ പറയുന്നു, തെളിവ് സഹിതമല്ലേ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത് എന്ന് ചോദിക്കുന്നു. വീട്ടുപേര് A മുതൽ Z വരെ എന്ന് പറയുന്നു. കണ്ണൻ, കേരള ഗവൺമെൻറ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, സുനിൽകുമാർ ഫീലിംഗ്, തൃശ്ശൂർ, കരുവന്നൂർ ബാങ്ക്. എന്തായാലും അത് വേറെ മറ്റോ എന്താണ്, ഇതുവഴി ബന്ധപ്പെട്ടതല്ല. അതോടൊപ്പം തന്നെ ഫേക്ക് ഡോക്യുമെൻറ്റ്സ് ബൈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നു പ്രതാപൻ പിള്ളയാണ്. വയനാട് MP വേർ ആർ യു ഗോയിങ് എന്ന് ചോദിക്കുന്നു കണ്ണൻ. വോട്ടർ ക്രമക്കേടിനെതിരെ വളരെ പണിപ്പെട്ട് കൃത്യതയോടെ അവതരിപ്പിച്ച രാഹുൽ ഗാന്ധിക്ക് ബിഗ് സല്യൂട്ട്. NK പ്രേമേന്ദ്രൻ പറയുകയുണ്ടായി കമ്മീഷനെ ഇംപീച്ച് ചെയ്യുന്നതിനെക്കുറിച്ച് എന്ന് ജോസഫ് KJ പറയുന്നു. നന്ദകുമാർ P പറയുന്നു, ആധാർ ലിങ്ക് ചെയ്യാൻ എന്താണ് ഇവർ സമ്മതിക്കാത്തത് എന്ന് ചോദിക്കുന്നു. പ്രതാപൻ പിള്ള പറയുന്നു, കോൺഗ്രസ് ആൻഡ് ഒപ്പോസിഷൻ ഈസ് എഗൻസ്റ്റ് യൂസിങ് ആധാർ കാർഡ് ഇൻ വോട്ടർ ID എന്നത് പറയുന്നു. റൂളിംഗ് പാർട്ടി റിപ്പീറ്റഡ്ലി സെയിങ് ഡിജിറ്റൽ ഇന്ത്യ ബട്ട് ദി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് അവർ country couldn't supply a digital copy of voters list, even the opposition leader എന്ന് പറയുന്നു. എന്തായാലും
ഡിജിറ്റൽ വോട്ടർ ലിസ്റ്റ് കയ്യിലുണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ. അത് കൊടുക്കുന്നതിന് എന്താണ് തടസ്സമെന്ന് സാധാരണ ലോജിക്കിൽ നമുക്ക് മനസ്സിലാവുന്നില്ല. അതിന് പകരം ഇങ്ങനെ കെട്ടുകണക്കിന് വോട്ടർ പട്ടികയുടെ ലിസ്റ്റ് കൊടുത്താൽ ഒരു ബൂത്തിലെ തന്നെ ലിസ്റ്റ് തന്നെ ഏകദേശം 5-6 പേജ് വരും. അപ്പോൾ ഒരു ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയൊക്കെ എടുത്താൽ എത്ര പേജുകൾ വരും എന്ന് തന്നെ ഊഹിക്കാൻ കഴിയുന്ന മാത്രമേ ഉള്ളൂ. ശ്രീ ജേക്കബാണ്. ശ്രീ ജേക്കബ്, ഈ താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ ഒരു ആരോപണം ശരിയാണെങ്കിൽ അത് ഇന്ത്യയിലെ ജനാധിപത്യം തന്നെ അട്ടിമറിക്കപ്പെട്ടു എന്നതിൻ്റെ ഒരു വലിയ തെളിവാണ്. ആരോപണം ശരിയാവാൻ സാധ്യതയുണ്ടോ, അതോ പരാജയപ്പെട്ടവർ ഉന്നയിക്കുന്ന ഒരു ആരോപണം മാത്രമാണോ ഇത്? സാറേ നമസ്കാരം. നമസ്കാരം. ഇത് പരാജയപ്പെട്ടവർ ഉന്നയിക്കുന്ന ഒരു ആരോപണമല്ല. കാരണം രാഹുൽ ഗാന്ധി തെളിവ് സഹിതമാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. മറ്റൊന്ന്, ഒരു യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒരു കോളം വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നതല്ല. പത്രസമ്മേളനം വരെ നടത്തി ഇത് പുറത്തുവിട്ടിരിക്കുകയാണ്. ഇവിടെ ജനാധിപത്യത്തെ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട ഒരു അവസ്ഥയിലാണ്. സുപ്രീം കോടതി ജഡ്ജിമാരെ പോലും വിലക്കെടുത്തുകൊണ്ടാണ് BJP ഇന്ത്യ ഭരിക്കുന്നത്. അപ്പം ഇതിനെതിരെ ഒരു ഇന്ത്യയിലുള്ള സകല ജനങ്ങളും വളരെ ശക്തമായിട്ട് രംഗത്തെത്തേണ്ടതാണ്. അതിനകത്ത് പാർട്ടിയോ നിറമോ കൊടിയുടെ നിറമോ ഒന്നും നോക്കാതെ സകല ആളുകളും ഇതിനെതിരെ ശക്തമായി രംഗത്തിറങ്ങേണ്ടതാണ്. അതല്ല എങ്കിൽ നാളെ BJPയുടെ ഒരു 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 ഏറ്റവും ഭീകരമായ ഒരു മുഖം ഇന്ത്യൻ ജനത കാണേണ്ടതായിട്ട് വരും. ഇവിടെ മോദി സർക്കാരാണ് സത്യത്തിൽ ഇത് തെളിയിക്കപ്പെടേണ്ടത്. ഞങ്ങൾ വോട്ട് കട്ടിട്ടല്ല, കവർ ചെയ്തിട്ടല്ല അധികാരത്തിലേറിയെന്ന് തെളിയിക്കാനുള്ള ബാധ്യത മോദി സർക്കാരിനാണ്. അവരാണ് ഇതിന് മുന്നിൽ നിന്ന് ചെയ്യേണ്ടത്. പക്ഷേ അവര് പ്രതിപക്ഷത്തെ ഇവിടെ മൊത്തം പ്രതിക്കൂട്ടി നിർത്താനുള്ള പരിപാടിയാണ് കാണിക്കുന്നത്. സാറേ, മറ്റൊരു കാര്യം ഞാനൊന്ന് ചോദിച്ചോട്ടെ? പറഞ്ഞോളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണെങ്കിലും കേരളത്തിൽ ഇന്നൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ടായി. മദ്യം ഓൺലൈനായിട്ട് വീട്ടിൽ കൊടുക്കുകയാണ്. അതിനെതിരെ പ്രതികരണം വേണ്ടായിരുന്നു? അല്ല, നമ്മളിപ്പോൾ അതിനേക്കാൾ പ്രധാനപ്പെട്ട വാർത്തയല്ലോ ലോകത്തെ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നു എന്നതിനേക്കാൾ പ്രധാനപ്പെട്ട മദ്യം ഓൺലൈനിൽ കൊടുക്കുന്നത്. പ്രധാനമല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഇത് പ്രധാനമല്ല എന്നല്ല പറഞ്ഞത്. ഇതാണ് ഏറ്റവും പ്രധാനം. പക്ഷേ അതിനെതിരെ നമുക്ക് ആ വിഷയം നമുക്ക് കഴിയുമെങ്കിൽ ചർച്ച ചെയ്യാം ഒരു ദിവസം. ശ്രീ ജയാണ് കൊല്ലത്ത് നിന്നും. ശ്രീമതി ജയ, രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന ആരോപണം അതീവ ഗൗരവമുള്ള ആരോപണമാണ്. അത് ശരിയാണെങ്കിൽ അത് ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ തകർത്ത ഒരു ആരോപണമാണ്. പക്ഷെ ആ ആരോപണം എത്രത്തോളം ശരിയാണെന്ന് താങ്കൾ കരുതുന്നു? ഹലോ, നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞു. കിരൺ, എവിടെ പോയിരുന്നു? 2-3 ദിവസം കണ്ടില്ല. ഞാൻ ഇല്ലായിരുന്നു, എനിക്ക് ഡൽഹി വരെ ഒന്ന് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അവധിയായിരുന്നു. ഡൽഹിയിൽ അവിടെ പോയല്ലേ? അല്ല, ഇപ്പൊ ഡൽഹിയിലല്ല, ഇവിടെ തിരിച്ച് നാട്ടിലെത്തി. ഓക്കെ കിരൺ, രാഹുൽ ഗാന്ധിയാണ് ശരി. കാരണം ഇന്ന് നമ്മൾ പാർലമെന്റിലും ആൾക്കാര് നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിലോട്ട് പോയ ജാഥയും സമരവും ഒക്കെ നമ്മൾ കണ്ടല്ലോ. അത്രയും ആൾക്കാര് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ വെറുതെ മന്ദബുദ്ധികളായിട്ടുള്ളവരല്ലല്ലോ ഈ MP-മാരെന്ന് പറയുന്നവർ. അവർ ഇത്രയും ഇറങ്ങി അതിനെതിരെ പ്രതിഷേധിക്കണമെങ്കിൽ അതിൽ കാര്യമുണ്ട്. അത് ഇലക്ഷൻ കമ്മീഷൻ അത് പ്രൂവ് ചെയ്യണം അവർ കറക്റ്റ് ആണെന്നുള്ള കാര്യം. അതും ചെയ്യാതെ അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്തിരിക്കുന്നു. ഇതൊക്കെ എന്തുവാണെന്ന് നമുക്ക് മനസ്സിലാവുന്നേ ഇല്ല. ഇത് ശരിക്കും ഇവര് രാജിവെക്കേണ്ടതാണ് ഇപ്പോഴത്തെ ഈ ഒരു കണ്ടീഷനിൽ. കാരണം അവർക്കെതിരെയാണ് നമ്മൾ അലിഗേഷൻ. അപ്പൊ അവരങ്ങനെയാണ് ജയിച്ചു കയറിയെന്നാണ് പറയുന്നത്. അപ്പൊ അവര് രാജിവെച്ചിട്ട് ഇതിന്റെ എന്താന്ന് വെച്ചാൽ അത് തെളിവ് സഹിതം രാഹുൽ ഗാന്ധി കൊടുത്തപ്പം അതിനെതിരെ അവര് ആ പ്രൂവ് ഒന്നും ശരിയല്ല എന്നുള്ളത് അവർക്കുണ്ടെങ്കിൽ അത് അവർ കാണിക്കുകയാണ് വേണ്ടത്. ശരി. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ പ്രദീപ്, താങ്കൾ എങ്ങനെയാണ് ഈ രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തെയും ഇന്നത്തെ പ്രതിപക്ഷത്തിലെ എല്ലാ പാർട്ടികളിലെയും MP-മാർ ചേർന്നുള്ള ഒരു പ്രതിഷേധ പ്രകടനത്തെയും അതിനെ നിഷേധിച്ചുകൊണ്ടുള്ള ആരോപണം നിഷേധിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാടിനെയും ഒക്കെ കാണുന്നത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പൊ കർണാടകത്തിനെ പയ്യെ പൊളിച്ചു. കർണാടകത്തിലെ കേസ് പറയാൻ പറ്റേ മന്ത്രി രാജിവെച്ചത്. കർണാടകത്തിൽ മന്ത്രി, കോൺഗ്രസ് മന്ത്രി രാജിവെച്ചിട്ടുണ്ട്. അത് ഈ കേസാണ്. ഇത് പൊളിഞ്ഞുകൂടുന്നത്. ഇത് എത്ര കേസ് പേര് കൊണ്ടുവന്ന ഞാനൊരു കാര്യം പറ്റേ. ഞാൻ ഇന്നാള് വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ആക്സിഡന്റ് ആയിട്ട് തളർന്നു കിടക്കുവാണ്. ഹലോ, പറഞ്ഞോളൂ താങ്കൾ. ഞാൻ ഈ 2 പാർട്ടികളെയും വിളിച്ചു, മെമ്പർമാരെ. ഈ LDF-നെ വിളിച്ചു. മനുഷ്യൻ തിരിഞ്ഞു നോക്കില്ല. ഞാൻ സുരേഷ് ഗോപി വിളിച്ചു. ഞാൻ ഇടുക്കിക്കാരനാണ്. ഞാനിപ്പോ 24 മണിക്കൂർ സമയം ശരിയാക്കി. ഞാനിപ്പോ ഹോസ്പിറ്റലിലേക്ക് ഉടനെ പോവാണ്. ലക്ഷങ്ങൾ മുടക്കാണ്. കാരണം നല്ല ആൾക്കാർ ഭരിക്കട്ടെ. അല്ലാണ്ട് ഈ ഇവര് ഭരിച്ച് മുടിച്ച് നാശാക്കി എന്നിട്ടും ഈ വോട്ടിന്റെ കാര്യം പറഞ്ഞ് മനുഷ്യനെ ചുറ്റിക്കാണ്ട് കയറി വന്നിട്ട് അവിടെ വോട്ട് കിട്ടി. ഇതൊക്കെ കോഴപ്പോളൂ. നോക്കി ഒരു താങ്കളുടെ അഭിപ്രായം താങ്കൾ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച തുടരേണ്ടതുണ്ട്. അത്രത്തോളം ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് ഇത്. ഇതിൽ ചർച്ച തുടരുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള.
വിനോദാണ് കോട്ടയത്ത് നിന്നും. വിനോദ്, ഈ തെരഞ്ഞെടുപ്പ് രീതിയെക്കുറിച്ച്, വോട്ടർ പട്ടികയെക്കുറിച്ച് അതീവ ഗൗരവമുള്ള ഒരു ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ ആരോപണം തള്ളിക്കളയുന്നു. പക്ഷെ അപ്പോഴും ഈ ഡിജിറ്റൽ വോട്ടർ പട്ടിക എന്നുള്ളത് ഈ ആധുനിക കാലത്ത് ഉള്ള ഒരു സംഭവം നൽകാതെ അതിനു പകരമായി പേപ്പറിലുള്ള ഒരു വലിയ കെട്ടുകണക്കിനുള്ള ലിസ്റ്റാണ് നൽകുന്നത്. താങ്കൾക്ക് ഇതിൽ ഏത് പക്ഷത്താണ് ശരി എന്നാണ് തോന്നുന്നത്? സാറേ, ഈ വോട്ട് ചെയ്തവരെ മൊത്തം ആക്ഷേപിക്കുമല്ലോ. അതെങ്ങനെയാണ് വിനോദ് വോട്ട് ചെയ്തവരെ മൊത്തം ആക്ഷേപിക്കുന്നത്? എന്റെ സാറേ, കള്ള വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മാത്രമല്ലേ ഈ ആക്ഷേപം ബാധകമാകത്തുള്ളൂ. നേരായ വോട്ട് ചെയ്ത എന്നെയോ വിനോദിനെയോ ഈ ആക്ഷേപം ബാധിക്കുമോ? സാറേ, നമുക്കറിയാലോ, നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള്ളവോട്ട് നടത്തിയ ഇടതുപക്ഷവും കോൺഗ്രസുകാരുമാണ്. താങ്കൾക്ക് അങ്ങനെ തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ? ടി വി ചാനലിൽ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ ഈ കള്ളവോട്ട് നടത്തിയതായത്? ഈ എത്രയോ പേരെ കഴിഞ്ഞ വട്ടത്തെ ഇലക്ഷനും കള്ളവോട്ട് ചെയ്ത് പിടിച്ചതും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്. നമ്മളിതിൽ പ്രവർത്തിച്ചിട്ടുള്ള നമുക്കറിയാം, ഇത് ഇടതുപക്ഷവും കോൺഗ്രസുകാരും കള്ളവോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ നമ്മളെ രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ ഇല്ല കറക്റ്റ് കാര്യം അറിയാവുന്ന ഒരു മനുഷ്യനാ. അത് തന്നെയല്ല സാറേ, ഇവിടെ ഈ കേരളം ഉണ്ടായ സമയം തൊട്ട് ഇവിടെ ഞാൻ പട്ടികജാതിക്കാരനാ. ഇവിടെ ഈ സംവരണ സീറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ പൊതു മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു പട്ടികജാതിക്കാരനെ ഈ കോൺഗ്രസ്സുകാരനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനോ നിർത്തുവോ? അങ്ങനെ പൂർണ്ണമായും പറയരുത് ശ്രീ വിനോദ്. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് ഉന്നമനത്തിനു വേണ്ടി വലിയ പോരാട്ടങ്ങൾ നയിക്കുകയും അതിന്റെ തുടർച്ചയൊക്കെ എടുത്ത രണ്ട് പാർട്ടികളാണ് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായാലും. അവരുടെ നേതൃത്വത്തിൽ നടന്ന വലിയ പോരാട്ടങ്ങളൊക്കെ ഉണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനുള്ള ഇപ്പോഴും ഉള്ള അവസ്ഥ, പിന്നോക്കാവസ്ഥയോ അല്ലെങ്കിൽ ഇപ്പോഴുമുള്ള ഗതികെട്ട ജീവിതാവസ്ഥയിൽ നിന്നും മെച്ചപ്പെട്ട ജീവിതാവസ്ഥയിലേക്കൊക്കെ പൂർണ്ണമായും എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അവസ്ഥയിലേക്ക് എത്തിയതിൽ കേരളത്തിലെ ഈ രണ്ട് പാർട്ടികൾക്കും പ്രധാനപ്പെട്ട പങ്കുണ്ട് താനും. പങ്കുണ്ടെന്ന് സാറ് പറഞ്ഞു. ആ വയനാട്ടിലെയും പാലക്കാട്ടൊക്കെ കോളനി ചെന്ന് നോക്കണം ഇവരുടെ വികസനം. ഞാൻ അങ്ങനെ പൂർണ്ണമായും എല്ലാം എത്തി എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ രണ്ട് പാർട്ടികളും ചെയ്തില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ അല്ല എന്നത് കൂടി പറഞ്ഞാണ്. അല്ല സാറേ, ഒരു കെട്ടിടം നമുക്ക് ചോർന്നെടുക്കാൻ കടന്നുറങ്ങാൻ. ശ്രീ വിനോദ്, മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും UP അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ എന്താണ് ഈ ജാതി വിഭജനം കൊണ്ട് അല്ലെങ്കിൽ ജാതി വിവേചനത്തിന്റെ തീവ്രത എത്രത്തോളമാണ് എന്ന് ആലോചിക്കുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് അതിനേക്കാൾ ഫാർ ബെറ്റർ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്റെ സാറേ, അതിൽ കൂടുതൽ ജാതി വിവേചനം നടക്കുന്ന സംസ്ഥാനം കേരളമാണ്. ശരി വിനോദ്, ഓരോരുത്തർക്കും തങ്ങളുടേതായ അഭിപ്രായം. ഇവിടെയും ജാതി വിവേചനമൊക്കെ ഉണ്ട്, അതില്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും നമ്മുടെ വിഷയം അതല്ല ശ്രീ വിനോദ്, അതുകൊണ്ട് നമുക്ക് അതിലേക്ക് നിൽക്കാൻ നിർവാഹമില്ല. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് അതീവ ഗൗരവമുള്ള ആരോപണമാണ്. അത് തെളിവുകൾ നിരത്തിയാണ് ഉന്നയിച്ചത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു അത് വ്യാജമായ ഒരു ആരോപണമാണ്, അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന്. ഇന്ന് മോദി സർക്കാർ അധികാരത്തിലേറിയ ശേഷം ഈ 11 വർഷത്തിനിടയിൽ ഉണ്ടാവാത്ത രീതിയിൽ പ്രതിപക്ഷ പാർട്ടികളെല്ലാം യോജിച്ചു നിന്ന് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് വേണ്ടി സമരത്തിന് മുഖത്ത് ഇറങ്ങുകയും ചെയ്യുന്നു. ഇതിൽ എവിടെയാണ് ശരിയെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? നമസ്കാരം. നമസ്കാരം. കുറേ ദിവസം ഉണ്ടായിരുന്നില്ലല്ലേ? ഡൽഹിയിലൊക്കെ പോയി? അതെ, ഒരാഴ്ച ഇല്ലായിരുന്നു. ഡൽഹിയൊക്കെ ഇറങ്ങി. ഡൽഹിയിൽ വേറ്റരാവശ്യത്തിന് വേണ്ടി പോയിട്ട് വന്നാണ്. ശരി ശരി, ഓക്കെ. അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് ഇപ്പൊ വിളിച്ച ഒരാൾ പറഞ്ഞില്ലേ, വിനോദ് എന്ന് പറയുന്ന ആൾ പറഞ്ഞില്ലേ പട്ടികജാതിക്കാരോ? അതുകൊണ്ട് അത് നമുക്ക് ആ വിഷയത്തിലേക്ക് എന്നാൽ നമ്മുടെ സമയം പോകും. നമുക്ക് ഒരാൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് മറുപടി പറഞ്ഞ് പെട്ടെന്ന് നിർത്തുന്നേ ഉള്ളൂ. ഈ വിഷയത്തിൽ തന്നെ നിൽക്കാം. ഒരു സെന്റൻസ് മറുപടി അറിയാം. അങ്ങനെയല്ല, ഞാൻ താമസിക്കുന്ന വാർഡിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് പട്ടികജാതിക്കാരനായ ഒരാള് ഇവിടുത്തെ വലിയൊരു നായർ കുടുംബത്തിലെ ആൾക്കെതിരെ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് CPM സ്ഥാനാർത്ഥിയായിട്ട്. എല്ലാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മറിച്ചും തിരിച്ചുമൊക്കെ ജയിക്കുകയും പരാജയപ്പെടുന്നുണ്ട്. അത് അദ്ദേഹം പറഞ്ഞ അത്ര ശരിയൊന്നുമല്ല. അതാണ് അതിന്റെ മറുപടി. ഇനി ഈ വിഷയത്തിലേക്ക് വന്നാല്, ഈ വിഷയത്തിലേക്ക് വരുമ്പോ നമ്മുടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തില് നരേന്ദ്രമോദി പറഞ്ഞിരുന്നത് 400 സീറ്റ് കിട്ടി, BJPക്ക് സ്വന്തമായിട്ട് 400 സീറ്റ് കിട്ടി ജയിക്കുന്ന ഒരു ടാർഗറ്റാണ് അവർ വെച്ചിരുന്നത്. അത് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് അവരത് അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ പല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ഭരണഘടന മാറ്റുന്ന കാര്യം വരെ അവരുടെ ടാർഗറ്റിലുണ്ടായിരുന്ന കാര്യങ്ങളാണെന്ന് ഓപ്പണായിട്ട് എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് സാധിക്കണമെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ സാധിക്കില്ല എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. നേരെ വാ എന്നുള്ള വഴിക്ക് പോയിരുന്നെങ്കിൽ അവർക്ക് സാധിക്കില്ല എന്ന് അവർക്കറിയാം. അപ്പൊ അതുകൊണ്ട് കുറച്ച് കള്ളക്കളിയൊക്കെ അവർ കളിച്ചിട്ടുണ്ട്. നമ്മുടെ രാഹുൽ ഗാന്ധി പറഞ്ഞതിനകത്ത് വളരെ സത്യമുണ്ട്. കാരണം അത് വളരെ ക്ലിയർ ആണ്. അതായത് വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് പേര് വന്നിരിക്കുന്നതൊക്കെ വീട്ടു നമ്പർ 0, അച്ഛന്റെ അമ്മയുടെ പേര് കൊടുക്കുന്നത് ABCD ഇംഗ്ലീഷിലെ അക്ഷരമാല കൊടുക്കുക. പിന്നെ ഭാഗ്യത്തിന് പശുവെന്നും കാളയെന്നും അവർ പേരിട്ടില്ല അച്ഛന്റെ അമ്മയുടെയും. അങ്ങനെ ഒരു വ്യത്യാസം മാത്രമേ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ.
അതിൽ നിന്ന് മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും കള്ളക്കളി നടന്നിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. ഇവിടെ BJP-കാർ വിളിക്കുമ്പോൾ പറയുന്നത് എന്താണ്, പോയി കേസ്, ഒരു സിനിമയില്ലേ എന്നാൽ താൻ പോയി കേസ് കൊടുക്കുന്ന മറ്റൊരു സിനിമയുണ്ടല്ലോ, അതുപോലെ അങ്ങനെ പറയുന്ന ഒരു മര്യാദയല്ല. കാരണം നമ്മളൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 കൊല്ലം കേസാ കോടതി കിടക്കും. അതുവരെ ഈ പ്രശ്നം പരിഹരിക്കേണ്ടതാണോ BJP-കാർ ഉദ്ദേശിക്കുന്നത്? സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ് ശുദ്ധമായ കള്ളക്കളി നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം. അതുകൊണ്ട് ചെയ്യേണ്ടിയിരുന്നത് ഈ പറഞ്ഞതുപോലെ കോടതി പോകുകയൊന്നുമല്ല, ശക്തമായ ജനരോഷം ഉണ്ടായി വരണം. അതിന്റെ ഒരു പ്രതിഫലനം ഇന്ന് നമ്മൾ ഡൽഹി കണ്ടു. MP-മാരുടെ എല്ലാം കൂടെ ഒരു ചേർന്നുള്ള ഒരു സമരം നടന്നു. അതുപോലെ ഇന്ത്യയിലെമ്പാടും, നമ്മുടെ കേരളത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും വോട്ടേഴ്സ് ലിസ്റ്റ് നോക്കി എല്ലാ വീടുകളും കയറി ഇറങ്ങി വോട്ടർമാരെ തിരിച്ചറിയും. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അത്രയ്ക്ക് വലിയ ഇലക്ഷൻ നടക്കുന്നില്ല. അതാണ് അതിനകത്ത് ഒരു കുഴപ്പം. അതുകൊണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം, ഇലക്ഷൻ കമ്മീഷന് വന്നാൽ അറിയാമല്ലോ, ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കുന്നത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് നിയമിക്കുന്നത്. നേരത്തെ ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നതിനകത്ത് സുപ്രീം കോടതി ജഡ്ജി ഒരാളായിരുന്നു 3 പേരിൽ. ആ സുപ്രീം കോടതി ജഡ്ജിയുടെ സ്ഥാനം മാറ്റിയിട്ട് 2 ഇപ്പം, ഒന്ന് പ്രധാനമന്ത്രിയും പിന്നെ കേന്ദ്രത്തിലെ ഒരു മന്ത്രിയും പിന്നെ പ്രതിപക്ഷ നേതാവും, അവരാണ് തെരഞ്ഞെടുപ്പിൽ തീരുമാനിക്കുന്നത്, അല്ലേ? ശരി, താങ്കളുടെ അല്ലല്ല, ഇവിടെ പറഞ്ഞില്ല. ഇനി കൺക്ലൂഡ് ചെയ്ത് പറയാം. കൺക്ലൂഡ് ചെയ്ത് പറയാനുള്ള എന്താണെന്ന് വെച്ചാല്, നമ്മളിപ്പോ റേഷൻ കടയിൽ പോയി റേഷൻ മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈവധിക്കണം, എങ്കിലേ നമുക്ക് റേഷൻ കിട്ടത്തുള്ളൂ. അത്രയ്ക്ക് സുതാര്യമാണ് ഈ കാര്യങ്ങള്. അതുപോലെ ചെയ്തു തീർക്കാനുള്ള ഒരു കാര്യമേ ഉള്ളൂ ഇത്. അങ്ങനെയൊക്കെ ചെയ്തു തീർക്കാനുള്ള ശാസ്ത്രീയമായ ഒട്ടേറെ സംവിധാനങ്ങൾ ഈ രാജ്യത്തുണ്ട്. അതൊക്കെ അനായാസം നടപ്പാക്കാൻ കഴിയുന്നത് മാത്രമേ ഉള്ളൂ. ഈ കൈ പതിക്കുന്ന അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്. ശരിയാണ്. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കൾ എങ്ങനെയാണ് ഈ ആരോപണത്തെയും ആരോപണത്തോടുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാടിനെയും ഇന്നിപ്പോൾ ആദ്യമായി പ്രതിപക്ഷത്തെ എല്ലാ പാർട്ടികളും ഒന്നിച്ചു നടത്തിയ ഒരു സമരമല്ല, യഥാർത്ഥത്തിൽ അവരുടെ ഒരു മാർച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് പോയതാണ്, അത് ഇടയ്ക്ക് തടഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരം സാറേ. നമസ്കാരം. ഇതാണ് ശരി. ഇപ്പോ അവർ നടത്തിയ പ്രചരണയാത ഈ കാര്യത്തിന് വേണ്ടി. പിന്നെ ഒന്ന് പറയാം, ആ സർക്കാരിന്, അതായത് കേന്ദ്ര സർക്കാരിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. നോട്ട് നിരോധനം ചെയ്യാം, പിന്നെ കന്യാസ്ത്രീകൾ ചെയ്യാം, മറ്റേ ചെയ്യാം, മറിച്ച് ചെയ്യാം, ഇതെന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഒരു പൗര എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വോട്ടറാണ്. ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ അയാളെ പാടുള്ളൂ. അയാൾ മറ്റൊരു വോട്ടേഴ്സ് ലിസ്റ്റിൽ പോയിക്കാൻ പാടില്ല. പിന്നെ അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പൂർണ്ണ അധികാരം അമ്മനും വേറുള്ളതും അല്ലെങ്കിൽ വളർത്തുകുട്ടിയെന്നോ മറ്റുള്ള വെച്ചിട്ടുള്ളത് ആക്കണം. ഇത് എന്ത് വോട്ടർ പട്ടികയാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്? ഇങ്ങനെ ഉണ്ടാക്കിയാണ്ടല്ലേ ഒരു കഴിഞ്ഞ പ്രാവശ്യം അധികാരത്തിൽ വന്നത്, അല്ലേ? അങ്ങനെ പറയാൻ കഴിയില്ല, അങ്ങനെ ഒരു ആരോപണമുണ്ട്, അതേ ഉള്ളൂ. ഉണ്ട്. അപ്പൊ എനിക്ക് മാത്രമല്ല സാറിന് മനസ്സിലായില്ല അത്? അല്ല, ആരോപണമുണ്ട്. ആരോപണത്തിലെ ശരിതെറ്റുകളൊക്കെ പരിശോധിച്ച് പറയേണ്ട വിഷയങ്ങളാണ്. പരിശോധിച്ച് പറയാം. അപ്പൊ അതുകൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. ഒരു ഇന്ത്യൻ പൗരന്റെ അവകാശം വോട്ടർ 18 വയസ്സ്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ രാജനാണ് കൊല്ലത്തു നിന്നും. ശ്രീ രാജൻ, താങ്കൾ ഇതിൽ ഏത് പക്ഷത്താണ് നിൽക്കുന്നത്? ഞാൻ കുറെ നാളായി താങ്കളെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ മനുവിനോട് ചോദിച്ചു എന്ത് ചെയ്യുന്നു, ഡൽഹി പോയിരിക്കാന്ന് പറഞ്ഞു. അതെ, ഞാൻ വിചാരിച്ചു ഇനി ഈ ജാഥയിലെങ്ങാനും പങ്കെടുക്കാൻ പോയാണോ. ഞാൻ MP ഒന്നും അല്ലല്ലോ, സാധാരണ ഒരു പൗരനല്ലേ. പിന്നെ എനിക്ക് പറയാനുള്ളത്, കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ ജനാധിപത്യം വളരെയധികം പൊക്കിപ്പിടിക്കുന്ന ഒരു പാർട്ടിയാണ്. കാരണം വെച്ചാല് 1975 ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി ഉടനെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് 2 വർഷം കൂടെ തൂങ്ങിക്കിടന്നു. അതിൻ്റെ അകത്ത് ഉള്ള പ്രതിപക്ഷ പാർട്ടികളെ എല്ലാം പിടിച്ച് ജയിലിലിട്ടു. നമ്മുടെ പിണറായി വിജയന്റെ പെടലിക്ക് വരെ ഇട്ട് ചവിട്ടി. ഇപ്പോഴും പെടലി നേരെയല്ല ഇരിക്കുന്നത്, ചരിച്ചായിരിക്കുന്നത്. അത് പോട്ടെ. എന്നിട്ട് ഇപ്പൊ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ചോദിച്ചിരിക്കുന്നത് എന്താ തെറ്റ്? ഈ രാഹുൽ പറഞ്ഞ ആ സ്ത്രീയെ ജനം TV വന്ന് നേരിട്ട് പറഞ്ഞു, ഞാൻ ഒറ്റ വോട്ടേ ചെയ്തിട്ടുള്ളൂ, 4 സ്ഥലത്ത് വോട്ട് ചെയ്തിട്ടില്ല എന്ന്. ബുക്കിനകത്തെ തെറ്റ് വന്നത് അവര് പാർട്ടികൾ വോട്ടിന് മുമ്പ് അത് ചെക്ക് ചെയ്യണം. ശ്രീ രാജൻ, എന്റെ ഒരു സംശയം ചോദിച്ചോട്ടെ? ശ്രീ രാജൻ ഇങ്ങനെ ഒരു കള്ളവോട്ട് ചെയ്താൽ രാജൻ ആരെങ്കിലും ചാനലുകാർ വന്നാൽ പറയുവോ ഞാൻ ഇങ്ങനെ കള്ളവോട്ട് ചെയ്തിരുന്നു എന്ന് പറയുവോ? ഇല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഒരു ബൂത്തിൽ 9 ലക്ഷം വോട്ടുണ്ട്. അതിനകത്ത് 8.25 ലക്ഷം വോട്ടേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം ഈ കള്ളവോട്ട് 1 ലക്ഷം വന്നെന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്നത്?
കള്ളവോട്ട് 1 ലക്ഷം വന്നു എന്ന് അവിടുത്തെ വോട്ടർ പട്ടികയുടെ ഡിജിറ്റൽ കോപ്പി ചോദിച്ചെങ്കിൽ ഡിജിറ്റൽ കോപ്പി വേണമെങ്കിൽ പുതിയ കാലത്ത് 1 മണിക്കൂർ കൊണ്ട് വേണമെങ്കിലോ അല്ലെങ്കിൽ 1-2 മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ കൂടിപ്പോയാൽ 2-2 ദിവസം കൊണ്ട് അനായാസം കണ്ടെത്താം. പക്ഷേ ഈ പേപ്പർ കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ മാസങ്ങളെടുത്ത് കോൺഗ്രസ് പാർട്ടി പരിശോധിച്ച് ഓരോന്നായി പരിശോധിച്ചപ്പോഴാണ് പേരിന് നേരെ എഴുതിയിരിക്കുന്നത് LSJ എന്ന് അച്ഛന്റെ പേര്. അത് ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഏതെങ്കിലും ഒരു 4 അക്ഷരം. ഒരേ വീട്ടിന്റെ വിലാസിൽ തന്നെ 80 പേർ. ഇതൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് അറിയില്ലേ? അല്ലെങ്കിൽ ഫോട്ടോ ഇല്ലാത്ത നിരവധി വോട്ടർമാർ. ഇതൊക്കെ എങ്ങനെ വന്നു? ഞാൻ ഇതെല്ലാം കേട്ടു, ഞാൻ ഇതെല്ലാം കണ്ടു. ഞാൻ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ ഇലക്ഷന് 25 ദിവസം മുന്നേ എല്ലാ പാർട്ടികൾക്കും ഈ വോട്ടിന്റെ ലിസ്റ്റ് കൊടുക്കും. അവരെന്താ ചെക്ക് ചെയ്യാൻ അന്ന് ഇപ്പൊ വന്നിട്ട് ഈ തോറ്റ് കഴിഞ്ഞിട്ട് ശ്രീ രാജൻ, ഇലക്ഷന് ഇങ്ങനെ ഒരു ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് ഒരു മണ്ഡലത്തിൽ ലോക്സഭാ മണ്ഡലത്തിൽ ലിസ്റ്റ് മുഴുവൻ പരിശോധിച്ച് 20 ദിവസം കൊണ്ടോ 25 ദിവസം കൊണ്ടോ ഒന്നും ഒരു ലിസ്റ്റ് പരിശോധിച്ച് മുഴുവൻ കള്ളവോട്ടന്മാരെ കണ്ടെത്താൻ കഴിയില്ല. ആ ഡിജിറ്റൽ കോപ്പി കിട്ടിയാൽ കിട്ടും. ഈ അവിടുത്തെ എല്ലാ ബൂത്തുകളിലും അവിടെ CCTV ഉണ്ടായിരുന്നല്ലോ. ആ CCTV ദൃശ്യങ്ങൾ എവിടെ പോയി? അതുകൊണ്ട് ഇനി അല്ല, അത് പോട്ടെ എന്ന് പറഞ്ഞാൽ അത് എവിടെ പോയി? ഞാൻ പറയുന്നത് അതൊക്കെ തന്നോളും. സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കേണ്ടി വരും. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ സുപ്രീം കോടതി പറഞ്ഞാൽ കൊടുക്കാൻ പറ്റുമോ? ഒരു മിനിറ്റോടെ ഇനി ഈ പോക്ക് പോയാല് രാഹുലും പ്രിയങ്കയും ഭരണത്തിൽ കയറിയാൽ 2047 ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ഉണ്ടാകുമെന്നുള്ള. അതെന്തിനാണ് രാജൻ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? രാജൻ ഈ ഒരു കാര്യം സീരിയസ് ആയി പറയുന്നതിനിടയിൽ താങ്കൾ ഈ തരത്തിലേക്ക് പ്രതികരിക്കുന്നത് തീരെ ശരിയല്ല. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കയറിയാൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ആവുന്നത് എങ്ങനെയാണ്? അതെങ്ങനെയാണ് അങ്ങനെ ആവുന്നത്? താങ്കളെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉരക്കേട് വിളിച്ചു പറയുന്നത്? താങ്കൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉരക്കേട് വിളിച്ചു പറയുന്നത്? എന്തും അങ്ങ് വിളിച്ചു പറയാവുന്നതാണോ? എന്താ താങ്കൾ കരുതുന്നത്? ഇവിടുത്തെ വഖഫ് ബോർഡിന്റെ നിയമം വരെ മാറ്റി ഉണ്ടാക്കിയത് കോൺഗ്രസ്. താങ്കൾക്ക് ഒരു കാര്യവുമില്ലാതെ ഓരോ എന്തെങ്കിലുമൊക്കെ ആളുകളുടെ ഇടയിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി താങ്കളുടെ ഉള്ളിൽ വർഗീയത ഉണ്ടെങ്കിൽ അത് കൈ വെച്ചേക്കണം. അത് വിളിച്ചു പറയുകയല്ല വേണ്ടത്. ശ്രീ രാജൻ, ഒരു മര്യാദയൊക്കെ കാണിക്കണം. പലതവണ താങ്കളോട് ഇത് പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് മറ്റേ ചില പ്രഷറിലേക്ക് കൂടി പോയിടുന്നുണ്ട്. ഒരു ചെറിയ ഇടവേളയിലേക്ക്. ചങ്ങനാശ്ശേരിയിൽ നിന്നും ശ്രീ അജയ്കുമാറാണ്. ശ്രീ അജയ്കുമാർ, രാഹുൽ ഗാന്ധി ഒരു ആരോപണം ഉന്നയിക്കുന്നു, അതിന് ചില തെളിവുകളൊക്കെ നിരത്തുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ തെളിവുകൾ പൂർണ്ണമായും തള്ളിക്കളയുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാം MP-മാർ ചേർന്ന് ഇതാദ്യമായിട്ടാണ് മോദി സർക്കാർ 2014 വന്ന ശേഷം ഒരു വിഷയത്തിൽ എല്ലാവരും യോജിച്ചു നിന്ന് ഇങ്ങനെ ഒരു പൊതു സമരത്തിലേക്ക് ഇറങ്ങുന്നത്. താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശ്രീ കിരൺ, ഇതിനകത്തില് ഈ ചർച്ച 2 ദിവസത്തിന് മുമ്പ് നമ്മളിവിടെ നടത്തുകയാണ്. ഇപ്പൊ ഇന്ന് ചർച്ചയിലും പലപ്പോഴും വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ വരുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ പരാതി അവിടെ നിൽക്കട്ടെ. നമ്മൾക്ക് തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇലക്ഷൻ പ്രക്രിയ ഒന്ന് വിലയിരുത്തി നോക്കരുതോ? ഇനി ഒരു 6-7 മാസത്തിന് ശേഷമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നത്. 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിലവിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമ്മൾ കേരളം എടുക്കുക, ഡിസ്ട്രിക്ട് എടുക്കുക, നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എടുക്കുക, നമ്മുടെ വാർഡ് നമ്പർ അടിച്ചു കൊടുക്കുക. ആ വാർഡ് നമ്പറിൽ എത്ര പേരുണ്ട് അവരെ കിട്ടും. എന്റെ വാർഡ് 983 പേരുണ്ട്, ഞാൻ എടുത്തു, എന്റെ പേരുണ്ട്, എന്റെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും പേരുണ്ട്. ഇതവിടെ നിൽക്കട്ടെ. ഇത് എല്ലാവരെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അതാത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അവിടെ ഇതിന്റെ ലിസ്റ്റ് കിട്ടി. ഈ ലിസ്റ്റുമായിട്ട് 3 രാഷ്ട്രീയ പാർട്ടികൾ എന്റെ വീട്ടിൽ വന്നു. മുഖ്യധാരാ പാർട്ടികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വന്നു, കോൺഗ്രസും വന്നു, BJPയും വന്നു. എല്ലാവരും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തി, ആരെയൊക്കെ ഡിലീറ്റ് ചെയ്യണം ഉറപ്പുവരുത്തി പോയി. ഇനി ഇത് അവർ കൊടുക്കും. കൊടുത്തിട്ട് ഇനി ഇതിന്റെ ഫൈനൽ ലിസ്റ്റ് വരും. ഫൈനൽ ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ അതിന്റെ വെളിച്ചത്തിലാണ് ഇലക്ഷൻ നടക്കുന്നത്. ഈ ഇലക്ഷൻ നടക്കുമ്പോൾ ബൂത്ത് ഏജന്റന്മാരായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാർ ഇരിപ്പുണ്ട്. അവർക്ക് ഒരു ദിവസത്തെ ട്രെയിനിങ് കൊടുത്തിട്ടാണ് ബൂത്ത് ഏജന്റന്മാരായിട്ട് അവിടെ ഇരുത്തുന്നത്. ട്രെയിനിങ് ആര് കൊടുക്കുന്നു? ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്നു. അപ്പോൾ ഒരു വ്യാജ വോട്ടർ, അതായത് ഇപ്പൊ എന്റെ ഐഡിയിൽ നിന്നും എന്റെ വീട്ടുപേരിൽ നിന്നും അവർക്കറിയാൻ മേലാത്ത മറ്റൊരാൾ എന്നാൽ അവർ ചോദിക്കും നിങ്ങൾ ആരാണെന്ന്, നിങ്ങൾ ആ വീട്ടിലെ ആളല്ലല്ലോ എന്ന്. ഇനി ഇതൊരു നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഇഷ്യൂ വരും. ഒരു ബാംഗ്ലൂർ പോലെ സിറ്റി, ബോംബെ പോലെ സിറ്റി വളരെ ബുദ്ധിമുട്ടായിരിക്കും ഒരു വീട്ടിൽ താമസിക്കുന്നത്. അപ്പോഴും ഒരു ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഒരു അഡ്രസ്സിൽ 90 പേര് 100 പേരുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ആ ലിസ്റ്റ് ആദ്യം കിട്ടിയ സമയത്ത് തന്നെ അതിന്റെ കൺസേൺ മുമ്പോട്ട് പറയരുതോ? കിരൺ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ പോയിട്ട് 10,000-കണക്കിന് ആൾക്കാരുടെ ലിസ്റ്റല്ല എടുക്കേണ്ടത്. ഓരോ വാർഡിലെ എടുക്കുക. ഓരോ വാർഡിലേക്കാണ് ഓരോ വാർഡ് ഏജന്റുമാരെയും ബൂത്ത് ഏജന്റുമാരെയും നിയമിച്ചിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. ശ്രീ അജയ്കുമാർ, താങ്കൾ പറഞ്ഞതൊക്കെ ശരിയാണ്. അത്രത്തോളം സൂക്ഷ്മമായി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിന്റെ ഓരോ ഘട്ടത്തിലും നോക്കിക്കൊണ്ടിരുന്നാൽ കുറെ ഇത്തരം കള്ളങ്ങൾ ഉണ്ടെങ്കിൽ കുറെയൊക്കെ കണ്ടെത്താൻ കഴിയും. അതും ഒരു പരിധിവരെയൊക്കെ കണ്ടെത്താൻ കഴിയും.
പക്ഷെ അതല്ല വിഷയം. അങ്ങനെ കള്ളം കാണിച്ചിട്ടുണ്ട് എങ്കിൽ അത് എങ്ങനെ വന്നു എന്ന് അന്വേഷിക്കണ്ടേ? അതായത് 2003 മുൻപ് ഇപ്പൊ ബീഹാറിൽ തുടങ്ങി വെച്ച ഇലക്ഷൻ ക്ലീനിങ് പ്രക്രിയ ഇതാണ്. 2003 മുമ്പിൽ ഇദ്ദേഹത്തിന് തന്നെ അറിയാവുന്നതാണ്. അന്നൊക്കെ ഇലക്ഷൻ റിസൾട്ടിലേക്ക് ഇലക്ഷനിലെ പേര് ചേർക്കുന്നതിന് ഓരോ മണ്ഡലം അടിസ്ഥാനത്തിലായിരുന്നു. ആ ഡേറ്റ, ബേസിക് ഡേറ്റ ആ മണ്ഡലത്തിന്റെ ആയിരുന്നു. ആ മണ്ഡലത്തിന്റെ ഡേറ്റ വേറൊരു മണ്ഡലവുമായിട്ട് ലിങ്ക്ഡ് അല്ലായിരുന്നു. ഇപ്പോഴിതെല്ലാം ലിങ്ക്ഡ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അന്ന് എന്ത് സംഭവിക്കുന്നു? ബോംബെയിൽ അജയ്കുമാർ, താങ്കൾ പറഞ്ഞ അതേ പോയിന്റിൽ നിന്ന് തന്നെ ഇതെല്ലാം ഇപ്പോൾ ലിങ്ക്ഡ് ആണ്. ഇതെല്ലാം പരിശോധിക്കാൻ സംവിധാനമുണ്ട്. ഒരു മണ്ഡലത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അവകാശമാണ് അവിടെ വോട്ടർ പട്ടിക ലഭ്യമാകുക എന്നുള്ളത്. ആ ഡിജിറ്റൽ കോപ്പി ഒന്ന് കൊടുത്താൽ പോരെ? ആ ഡിജിറ്റൽ കോപ്പി ഇത് സത്യസന്ധമായ ലിസ്റ്റ് ആണെങ്കിൽ ആ ഡിജിറ്റൽ കോപ്പി കൊടുക്കുന്നതിന് എന്താണ് തടസ്സം? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ഡിജിറ്റൽ കോപ്പി എന്ന് ഫ്രം ദ ഡേ 1 തൊട്ട് പറയുന്നു. ഇലക്ഷൻ സൈറ്റിലെ വെബ്സൈറ്റിലെ കിരൺ തന്നെ ഒന്ന് കയറി അങ്ങനെ നമുക്ക് ഡിജിറ്റൽ ഒരു മണ്ഡലത്തിൽ ഡിജിറ്റൽ കോപ്പി നിങ്ങൾക്ക് എടുക്കാൻ കഴിയുമോ? എടുക്കാൻ പറ്റത്തില്ല. ഞാൻ ചോദിക്കുന്നത് അതല്ല. ഈ ഡിജിറ്റൽ കോപ്പി കിട്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് സാധിക്കാനാണ് സാർ? ഡിജിറ്റൽ കോപ്പി കിട്ടിയാൽ നിമിഷങ്ങൾ മതി. ഡിജിറ്റൽ കോപ്പി ഇട്ടാൽ അജയ്കുമാർ ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞാൽ എത്ര അജയ്കുമാർ ചങ്ങനാശ്ശേരിമാരുണ്ട് കണ്ടെത്താൻ? ഒരു നിമിഷം ഒരു കമാൻഡ് അടിച്ചു കൊടുത്താൽ കണ്ടെത്തി തരും. ഏതെങ്കിലും ചങ്ങനാശ്ശേരി എന്ന് പേരില്ലാതെ നിൽക്കുന്നു, അല്ലെങ്കിൽ പേര് ABCD എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ കൊടുത്തിരിക്കുന്നത് HYJ എന്നൊക്കെ പറഞ്ഞ ഏതെങ്കിലും ഒക്കെ ഇംഗ്ലീഷ് ലെറ്റർ അനുസരിച്ചാണ് വീടിന്റെ പേരൊക്കെ നൽകിയിരിക്കുന്നത്. അതൊക്കെ കണ്ടെത്താൻ നിമിഷ നേരം മതി. കിരൺ പറയുന്നത് 100% ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മറ്റൊരു ശരി കൂടി അതിന്റെ കൂടെ പറയട്ടെ. ഓരോ വാർഡിന്റെയും ലിസ്റ്റാണ് കൈ കൊടുക്കുന്നത്. ഒരു വാർഡിൽ 900 വീട് 1000 വീടേ ഉള്ളൂ. ഒരു വാർഡിൽ ആ ഒരു ബൂത്തിലേക്ക് 1000 വീട് കഷ്ടിച്ച് 1000 വീടേ ഉള്ളൂ. ശ്രീ അജയ്കുമാർ, താങ്കൾ പറഞ്ഞത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. ഇതെല്ലാം തുടക്കം മുതൽ തന്നെ ജാഗ്രതയോടുകൂടി എല്ലാം നോക്കിക്കൊണ്ടിരുന്നാൽ ഇത്തരം തട്ടിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ തടയാൻ കഴിയും. അതെല്ലാം അംഗീകരിച്ചു. പക്ഷെ അങ്ങനെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് ഒരു പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിക്കുമ്പോൾ ആ പ്രതിപക്ഷ നേതാവിനെ തെളിയിക്കേണ്ടത് എങ്ങനെയാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത നിലനിർത്തേണ്ട ആരുടെ ഉത്തരവാദിത്തമാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവാദിത്തം. അവ തെളിയിക്കേണ്ടത് എങ്ങനെയാണ്? ദാണ്ട ഈ മണ്ഡലത്തിൽ നിങ്ങൾ ചോദിക്കുന്ന മണ്ഡലത്തിൽ ഡിജിറ്റൽ കോപ്പി ഇന്ന നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോളൂ എന്ന് പറയുകയല്ലേ വേണ്ടത്? എൻ്റെ കൈ ശുദ്ധമാണെന്ന് ഞാൻ പറയുമ്പോൾ എന്നോട് രേഖ ചോദിച്ചാൽ ആ രേഖ കാണിക്കാൻ എനിക്ക് ഉത്തരവാദിത്തം വേണ്ടേ? ആ രേഖ എന്തിനാണ് മറച്ചു വെക്കുന്നത്? ഈ പുതിയ കാലത്ത് ഡിജിറ്റൽ കോപ്പി മറച്ചു വെക്കുന്നതിന് പകരം കെട്ടുകണക്കിന് പേപ്പറുകളുടെ അതെല്ലാം കോപ്പി എടുത്ത് ആ കോപ്പി കൊടുക്കുന്നു. ആ കോപ്പി എന്ത് വിശ്വാസ്യതയാണ്? നാളെ ഞങ്ങൾ തന്ന കോപ്പി അല്ല എന്ന് പറഞ്ഞാൽ ഓരോ പേപ്പറിലും സീലടിച്ച് അച്ചടിച്ച് ഒപ്പിട്ട് വല്ലതും തരുന്ന കോപ്പിയാണോ? അല്ലല്ലോ. ഡിജിറ്റൽ കൊടുത്തത് ഞങ്ങളുടെ അല്ലെന്ന് പറയാം. അതെങ്ങനെ? അത് പറയാൻ കഴിയില്ല. ഡിജിറ്റൽ കൊടുത്തത് ഞങ്ങളുടെ അല്ലത്. താങ്കൾ ഡിജിറ്റലായി ഒരു കോപ്പി അയച്ചു കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ആരെങ്കിലും ഏത് മാറ്റം വരുത്തിയാലും അത് കണ്ടെത്താനുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പോഴുണ്ട്. കിരണെ, നമ്മൾ നിസ്സാരമായി ഒരു ഡിജിറ്റൽ നിൽക്കാതെ ഇപ്പൊ ആരോപണം അത് നിസ്സാരമല്ല ശ്രീ അജയ്കുമാർ. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇന്ത്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്കൽ ഡിജിറ്റൽ കോപ്പി ഉണ്ട്. ആ ഡിജിറ്റൽ കോപ്പി ഇന്ത്യയിലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ആര് ചോദിച്ചാലും കൊടുക്കണമെന്നാണ് വേണ്ട ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ്, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് കൊടുക്കണ്ടേ? കൊടുക്കുന്നതിന് എന്തിനാണ് മടിക്കുന്നത്? മടിയിൽ കനമില്ലെങ്കിൽ വഴിയിൽ പേടിക്കണ്ട എന്നൊക്കെ പറയുന്നത് പോലെ കനമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മടിക്കുന്നത്? അല്ല, ഒരു മടിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, മടിയും കാണിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ. കിരൺ തന്നെ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആരോപണം ഉന്നയിച്ചു എന്ന്. ഇപ്പൊ ഞാൻ ഈ മാധ്യമത്തിൽ കൂടി ഒരു ആരോപണം ഉന്നയിക്കുക, പിണറായി വിജയൻ 2 കോടി രൂപ കൈക്കൂലി മേടിച്ചു എന്ന്. ഉടനെ പിണറായി വിജയൻ മറുപടി പറയണോ? അങ്ങനെ ആരെങ്കിലും ചങ്ങനാശ്ശേരി അജയ്കുമാർ ഉന്നയിക്കുന്ന ആരോപണമല്ലല്ലോ ഉന്നയിച്ചത്. ഇന്ത്യയിൽ സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഭരണഘടനാപരമായി അവകാശമുള്ള ഇന്ത്യൻ പ്രതിപക്ഷ നേതാവാണ് ഉന്നയിച്ചത്. പ്രധാനമന്ത്രി കഴിഞ്ഞാൽ ആ തരത്തിലേക്ക് അവകാശമുള്ള ഒരു വ്യക്തിയാണ് പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ 2 കോടി രൂപ പിണറായി വിജയൻ കട്ടു എന്ന് പറഞ്ഞാൽ ആ സ്വാഭാവികമായി മറുപടി പറയേണ്ട ഉത്തരവാദിത്തം പിണറായി വിജയനുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അതായത് ഇലക്ഷൻ കമ്മീഷന്റെ നിയമപ്രകാരം ഈ പ്രതിപക്ഷ നേതാവ് ആയിക്കോട്ടെ, ഭരിക്കുന്ന പ്രധാനമന്ത്രി ആയിക്കോട്ടെ, അവരത് സത്യവാങ്മൂലോ അല്ലെങ്കിൽ ലെറ്ററോ കൊടുത്തിട്ടല്ലേ അവിടെ ക്ലെയിം ചെയ്യേണ്ടത്. നിങ്ങൾ അദ്ദേഹം ബാഹുബലിയെ പോലെയല്ലേ സ്റ്റേജ് വന്നിരുന്നു പറഞ്ഞ ഞാൻ ആരോട് എന്ത് പറഞ്ഞാലും അത് ഓത്താണെന്നാ പറഞ്ഞത്. ഇയാളുടെ കുടുംബ വീടാണോ ഇത്? അതൊക്കെ കളശ്രീ ജയകുമാർ, അതൊന്നും അല്ലല്ലോ. ജയകുമാർ, താങ്കൾ കാര്യത്തിലേക്ക് എപ്പോഴും എന്റെ ചോദ്യം ഇത് തന്നെയാണ്. ഈ ചോദ്യത്തിന് എന്തുകൊണ്ട് ഡിജിറ്റൽ കോപ്പി കൊടുക്കാൻ ഇവർ മടിക്കുന്നു? അത് അവര് ഡിജിറ്റൽ കോപ്പി ഇദ്ദേഹം രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുണ്ട്. രേഖാമൂലം ആവശ്യപ്പെട്ടല്ലോ. എവിടെ? എത്ര തവണ ആവശ്യപ്പെട്ടു? എത്രയോ തവണ ആവശ്യപ്പെട്ടു. എന്നിട്ട് അവസാനം അങ്ങനെ ആവശ്യപ്പെട്ടപ്പോഴാണ് ഇവർ തരാതിരിക്കാൻ കോടതിയിൽ പോയാൽ കോടതി കൊടുക്കണമെന്ന് പറയുന്ന ഘട്ടം വന്നപ്പോഴാണ് ഈ പറയുന്ന കെട്ടുകണക്കിന് പേപ്പറുകൾ കൊടുത്തത്. ആ പേപ്പറുകളാണ് 3-4 മാസം കുത്തിയിരുന്ന് ഓരോന്നായി പരിശോധിച്ച് കള്ളവോട്ടുകൾ കണ്ടെത്തിയത്.
കള്ള വോട്ടുകൾ കണ്ടെത്തിയല്ലോ. ഇപ്പൊ കിരൺ തന്നെ പറഞ്ഞു കഴിഞ്ഞു, കള്ള വോട്ടുകൾ കണ്ടെത്തി. അല്ലെ കിരൺ അറിയാം കണ്ടെത്തിയെന്ന് അവർ പറയുന്നു. അതല്ലാതെ ഞാൻ അതിനകത്ത് തെളിവുകളൊന്നും എന്റെ പക്കലില്ല. കണ്ടെത്തിയെന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. അങ്ങനെ പറയുമ്പോൾ അത് അങ്ങനെ അല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആണ് ആ വോട്ട് ആ ബൂത്തിൽ നിന്ന്, ആ പാർലമെന്റ് സീറ്റിൽ നിന്നോ നിയമസഭാ സീറ്റിൽ നിന്നോ. ശരി, നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ് ശ്രീ അജയ്കുമാർ എന്തായാലും ഇടപെടുന്നത്. എന്തായാലും പ്രേക്ഷകരെ സംബന്ധിച്ച് വളരെ വ്യത്യസ്തമായ പ്രതികരണങ്ങളായിരുന്നു. ഭൂരിപക്ഷം പ്രേക്ഷകരെ സംബന്ധിച്ചും ഇത് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണത്തിൽ കഴമ്പുണ്ട്, അത് പരിശോധിക്കേണ്ട ആരോപണമാണ് എന്നതുകൂടി തന്നെയാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇത് തെറ്റാണ് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം, ഇത് തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് എന്ന് പറഞ്ഞതിലുണ്ട്. അങ്ങനെയൊന്നും അല്ല, ഇത് വെറുതെ ഒരു ആരോപണം മാത്രമാണെന്ന് പറഞ്ഞ ചുരുക്കം ചില പ്രേക്ഷകരുമുണ്ട്. എന്തായാലും വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളായിരുന്നു പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി.